ഈ ഡിസ്കഷൻ വേറെ തലത്തിലേക്ക് പോകും. ഇടയ്ക്ക് ഈ സാധനം വന്ന് നിന്നിട്ട് എന്തെങ്കിലും കണക്കണന്ന് പറയും. എല്ലാ ദിവസവും കരഞ്ഞ് 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 എന്നെ ആർക്കും വേണ്ട. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കണേ, കഴിഞ്ഞ ജന്മത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ തട്ടത്തി മറയത്തിൽ ആ കൊച്ചി വളർന്ന് കല്യാണം കഴിക്കുന്ന പോലെയാണ് കുഞ്ഞ്. അപ്പൊ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് തുടങ്ങിയാലോ? സക്സസ്ഫുള്ളി 2 പോഡ്കാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് സൺഡേസിൽ കറക്റ്റ് പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണുണ്ട്. ഈ വീഡിയോ സൺഡേ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ എന്താണ്, നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റില് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്റെ വിഷൻ ബോർഡിൽ വന്ന ഒരു കാര്യം റിയൽ ആയി. അത് കണ്ടപ്പോഴേക്കും അനക്ക് ഇത് ചെയ്യാനായിട്ട് ആഗ്രഹമായിരുന്നു. എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യണത്, മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് വീഡിയോയുടെ എത്ര ലൈക്ക് ആയിരുന്നു അതിന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട്. എനിക്കും അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഇവരാണ് കേട്ടോ ഇതിന്റെ ആള് എപ്പോ നോക്കിയാലും മാനിഫെസ്റ്റേഷൻ അത് ഇതൊന്നൊക്കെ പറയാറുണ്ട്. ഞാന് അങ്ങനെ അതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. ഞാൻ നിങ്ങൾ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സുകൾ ചോദിക്കാം. ഞാൻ എന്താണ് ചെയ്യണത്, ഞാൻ മാനിഫെസ്റ്റേഷൻ തന്നെയാണോ ചെയ്യണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് പറയാം. എന്താണ് മാനിഫെസ്റ്റേഷൻ, എനിക്ക് എന്താ തോന്നിയിട്ടില്ലേ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാൻ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവം നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ അത് അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ അതിനേക്കുള്ള അങ്ങനെ ഒരു ക്ലിയർ വിഷനോടെ പോകുന്നു. അപ്പൊ അത് അച്ചീവ് ആകും എന്നാണ് പറയുക. മറ്റേ പൗലോ കോലോയുടെ ഇതിലൊക്കെ പറയുന്ന പോലെ അല്ലേ, യൂണിവേഴ്സ് മുഴുവൻ നമ്മളെ കൂടെ നിൽക്കും. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച, സ്ട്രോങ് ആയിട്ട് ആഗ്രഹിച്ച. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സത്യമാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ, അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പൊ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ച് വെളി പറയണമെന്നില്ല കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് വെളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കൂലെന്നാ. അത് കുറെ പേര് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് കേട്ടോ, എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും മേടിക്കുന്നവരെ. പക്ഷെ ഒരു കാര്യമുണ്ട്, വേറെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യം പറഞ്ഞ നമ്മുടെ ഒരു എനർജി റിലീസ് നമ്മുടെ എങ്ങനെയാണെന്നറിയോ, നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ പെർസീവ് ചെയ്യണത് നമ്മുടെ ആ കാര്യം നടന്നു. എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ്, ഒത്തിരി എക്സാമ്പിൾ. ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ 2 വർഷമോ ഇല്ലെങ്കിൽ ഒരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും തോന്നുന്നു. നമ്മുടെ കല്യാണത്തിന് മുൻപ് മുതൽ ഞാൻ ആലോചിക്കണതാണ് ഈ പോഡ്കാസ്റ്റ് തുടങ്ങാനായിട്ട്. ഇതൊരു 2 വർഷമായിട്ടുണ്ട്. അതിന് മുൻപേ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയതാ. പക്ഷേ ഞാൻ ഇതിങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യണേ പറ്റി എന്റെ കുറെ ക്രിയേറ്റേഴ്സ് ഫ്രണ്ട്സിനോട് എന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നക്കുട്ടീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അത് ചെയ്യാനുള്ള ഒരു ആവേശം അങ്ങോട്ട് കെട്ടടഞ്ഞ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ അങ്ങനെ വായിക്കോടെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഇതങ്ങോട്ട് പോകും. പിന്നെ അത് ഇഴഞ്ഞ് പിന്നെ മുന്നോട്ട് പോകും. നമ്മുടെ ബിസിനസ് എത്ര എക്സാമ്പിൾ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്ര നാള് മുമ്പ് ആലോചിച്ച് തുടങ്ങിയതാ, എന്നിട്ടാ നമ്മൾ എത്തിയത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ആ കാര്യം നമ്മളിങ്ങനെ ബിൽഡ് ചെയ്യണം, മനസ്സിനകത്ത് ക്ലിയർ ആവണം അത്. എന്നുവെച്ചാ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഒരു കാറ് മേടിക്കണമെന്ന് ആഗ്രഹിച്ചെന്നിരിക്കട്ടെ, കാറിന്റെ കളറ്, കാറിന്റെ മോഡല്, കാറിന്റെ ഇടുന്ന പേര്, കാറിന്റെ അകത്ത് ഇപ്പൊ ഒരു സാധനം തൂക്കിയിടണം, ആ നടുക്ക് ഇങ്ങനെ തൂക്കിടില്ലേ, അങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് അലോയിയുടെ കളറ്. ഞാൻ അതിനെ പറ്റി അറിയില്ല, അതിനെക്കുറിച്ച് ഇഷ്ടങ്ങൾക്കൊന്നും ഞാൻ പറയാറില്ല, അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം പഠിച്ചതാ. അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാം, അങ്ങനെ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെയുണ്ട്. നിങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയാണ് അപ്ഡേറ്റ് ഒരു പോഡ്കാസ്റ്റ് പറഞ്ഞെന്തിനാ പറഞ്ഞില്ലല്ലോ, അപ്പൊ നടക്കുവാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് വിഷൻ കറക്റ്റ് ഇതിലുണ്ടെങ്കിൽ നമുക്കത് അതിന്റെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവരും അത്ര. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു സാധനം കാണണം എന്ന് വിചാരിച്ചെന്നിരിക്കട്ടെ, അത് തന്നെ നമ്മൾ വീണ്ടും 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 കാണാൻ തുടങ്ങുമെന്ന്. ഞാൻ അങ്ങനെ സമയം കാണാറുണ്ട്. എപ്പോഴും ഞാൻ 1 2 3 4 ഞാൻ അടിച്ചു നോക്കിയപ്പോ എന്താണ്ട് അറിയോ, ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞ സമയം ഞാൻ എപ്പോഴും കാണാറുണ്ട്. ക്ലോക്ക് നമ്മൾ ടൈം നോക്കുമ്പോൾ കാണാറില്ല അങ്ങനത്തെ സമയങ്ങളൊന്നും. അതായത് 12:34 എന്നുള്ള സമയം എപ്പോഴും ഞാൻ എപ്പോ എടുത്ത് നോക്കിയാലും കാണാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു നമ്പർ ഒരു ഫാൻസി നമ്പർ അല്ലേ, ചിലപ്പം കൂടുതൽ അത് നോട്ടീസ് ചെയ്യുന്നതായിരിക്കാം. കുറെ നാൾ ഞാനത് കാണത്തില്ലായിരുന്നു. പക്ഷെ ഈ റീസെന്റ് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം കണ്ടു, ഞാൻ കാണിച്ചു തന്നില്ലേ, കുറെ പേര് ഇങ്ങനെ 11 കാണുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭയങ്കര ഏഞ്ചൽ നമ്പർ ആണെന്ന്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പോകുള്ളൂ. പെട്ടെന്നൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കഷ്ടപ്പെട്ട്
മെഡിക്കൽ ഫീൽഡ് പൊതുവെ അങ്ങനെയാണ്, കഷ്ടപ്പെട്ടാൽ എത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഞാൻ അങ്ങനെ കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പറയൂ, ജീവിതത്തിൽ നടന്ന് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നടത്തി എന്തെങ്കിലും ഉണ്ടോ? എന്തോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാമോ, യൂട്യൂബിന്റെ ഞാൻ ഇവന്റിൽ പോയപ്പോ അവിടെ നിറയെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അത് മേ ബി ഞാൻ എപ്പോഴും സ്വപ്നം കാണും. ഒരു മൃദുൽ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ആ ആളുടെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. അപ്പൊ അത് ഞാൻ സ്വപ്നത്തിൽ കാണുമായിരുന്നു. ഈ ആള് വരണു, എന്നോട് സംസാരിക്കണു, ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ നടക്കണു. ശരിക്കും ഇപ്പൊ ഞാൻ ഏത് പരിപാടിക്ക് പോയാലും ആ കൊച്ചവിടെ ഉണ്ടാവും. മറ്റേ ശ്രേയാജയൻ പറഞ്ഞിട്ടുണ്ട്, പണ്ടങ്ങാണ്ട് കണ്ടിരുന്ന ക്രിയേറ്റർ ആണ്. ഈ റീസെന്റ് യൂട്യൂബിലൊക്കെ വരുന്നതിന് മുന്നേ അല്ലേ, മുന്നേ ഈ ആളുടെ വീഡിയോ പണ്ടേ ഉള്ള അല്ലേ ക്രിയേറ്റർ. ഞാൻ തുടങ്ങണതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മളിങ്ങനെ മനസ്സിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നാണ്, ഞാൻ അപ്പൊ അത് ആഗ്രഹിച്ചിട്ടുണ്ട് ഉള്ളില്. ഞാൻ കറക്റ്റ് ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒന്നും ഇത് ഫുള്ള് സ്വപ്നം. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും പറഞ്ഞു, സ്വപ്നം കണ്ടിട്ട് രാവിലെ എന്നിട്ട് പറയും ഇത് സ്വപ്നം. ഞാൻ സ്വപ്നമായിട്ട് കണ്ടാ പോലെ സ്വപ്നം റിയൽ ആയിട്ടാണ്. ഞാൻ സ്വപ്നത്തിൽ ഇറങ്ങിയിരുന്ന കാണാം. പിന്നെ ഏറ്റവും രസം എന്താ പറയുക, ഞാൻ സ്വപ്നം കാണുമ്പോൾ എനിക്ക് അറിയാം ഞാൻ സ്വപ്നത്തിനകത്താണെന്ന്. ഇന്ന് രാവിലെ അലാം അടിച്ചിട്ട് നല്ല താളത്തില ടിങ് ടിങ് നല്ല ഉറക്കത്തിനുള്ള ഒരു ചൂടായിട്ടിരുന്ന ഞാൻ എണ്ണീറ്റ് വന്നിട്ട് പുള്ളിക്കാരത്തെ എണ്ണീറ്റില്ല. ഞാൻ വെച്ച് ഞാൻ ഇട്ടാണോ അറിയാന്ന് വെച്ചാൽ എന്റെ ഫോണിലാണോ അടിക്കുന്നൊക്കെ നോക്കിയപ്പോ ആ അടക്കണം ഒരാളുടെ ഫോണില് ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ സ്വപ്നത്തിനകത്ത് പാട്ട് കേൾക്കണ പോലെ ആയിരുന്നു എനിക്ക് തോന്നിയത്. സാധാരണ ഞാൻ ഉണ്ടല്ലോ പെട്ടെന്ന് എണീക്കണതാ. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട്, മുമ്പൊക്കെ എനിക്കിങ്ങനെ ഞാൻ ചെറിയ ശബ്ദം കേട്ട എനിക്ക് എന്റെ വീട്ടിൽ എല്ലാവരുടെയും കാലൊച്ച അറിയാൻ പറ്റും. ചിലപ്പോ നിങ്ങള് ഞാൻ തമാശ പറയണായിരിക്കും തള്ളണേന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് അമ്മയാണ് വന്നത്, അച്ഛനാണ് വന്നത്, ഉണ്ണി അമ്മ ആര് വന്നാലും എനിക്ക് അവരുടെ കാലിന്റെ അടി വെച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റും അവരാരാണ്. കേൾവി ഞാൻ പറഞ്ഞിട്ട് ഞാൻ കോളേജിൽ വെച്ചിട്ട് എലി പോയത് കേട്ട് ഞാൻ ഇപ്പൊ ഞാൻ മേ ബി ഞാൻ ഭയങ്കര ഇപ്പൊ സെക്യൂർ ആയിട്ടുണ്ടാവും ഞാൻ എന്റെ അടുത്ത്. അതുകൊണ്ടായിരിക്കും മുമ്പ് അലേർട്ട്ഫുൾ ആയിട്ടാ ആര് വരുന്നു എന്ന് പറഞ്ഞിട്ട് അലേർട്ട്ഫുൾ ആയിട്ടാ കിടന്നോണ്ടിരുന്നത്. ഇപ്പൊ അടുത്തുള്ളപ്പോ എനിക്ക് ആ ഒരു സെക്യൂരിറ്റി, വേറെ ഇഷ്ടമൊന്നുമില്ല അതൊന്നും ഇല്ലെങ്കിലും ഒരു സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും. ഞാനിപ്പോ ഓർക്കാറുണ്ട് കേട്ടോ, ഇപ്പൊ ഞാൻ ചെറിയ ശബ്ദങ്ങൾ കേട്ടേക്കണത് വളരെ കുറവാണ്. മറ്റേ ഞാൻ എല്ലാ ശബ്ദം കേൾക്കും, അമ്പലത്തിൽ മണി അടിക്കണ ഒക്കെ കേൾക്കും, രാത്രി മഴ പെയ്താ കേൾക്കും. എനിക്ക് പക്ഷെ ഉറങ്ങാൻ അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞു, ഹീൽ ചെയ്യാൻ തുടങ്ങി തോന്നുന്നു. അതിന് മാറി. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അത് നടന്നിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കും. നമ്മൾ എല്ലാം നടക്കാം, പക്ഷെ നമ്മള് മുഴുവനായിട്ട് ആഗ്രഹിക്കണം. ഇപ്പൊ ഞാൻ ഇപ്പൊ വിഷം ബോർഡ് ഉണ്ടാക്കിയില്ലേ, അപ്പൊ ഇജ്ജ് പറഞ്ഞ അനക്കും വിഷം ബോർഡ് ഉണ്ടാക്കണം. പക്ഷെ ഇജ്ജ് വിഷം ബോർഡ് ഉണ്ടാക്കുമ്പോ ഈ ടെസ്റ്റിംഗ് മെന്റാലിറ്റിയോട് കൂടി നിങ്ങൾ തുടങ്ങി അത് നമ്മള് ബൈബിളിലൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സംശയത്തോടെ നിങ്ങൾ വിശ്വസിച്ച് ചെയ്ത ബൈബിൾ അങ്ങനെ വചനമുണ്ട് കേട്ടോ. ഞാനിപ്പോഴും ഓർക്കുന്നത്, നിങ്ങള് വിശ്വാസത്തോടെ എന്തോ ഈ പർവ്വതത്തിനെ ഇവിടുന്ന് മാറി കടലിൽ പോയി പതിക്കാൻ പറഞ്ഞാൽ പതിക്കും എന്ന് പറഞ്ഞിട്ടൊരു എവിടെ ഞാൻ വായിച്ച പോലെ ഓർക്കുന്നുണ്ട്. ബൈബിളിലുണ്ട്, അതേപോലെ എല്ലാ ബുക്കിലും ഉണ്ടാവും കേട്ടോ, മതഗ്രന്ഥങ്ങളും. പണ്ട് രാമായണത്തില് മറ്റേ പുഷ്പക വിമാനല്ലേ, പുഷ്പക വിമാനം രാവണൻ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്ത് മനസ്സിൽ ഇന്ന സ്ഥലത്ത് പോണെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എത്തുമെന്നാണ് പറയാ. അപ്പൊ ആ മൈൻഡ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് പോവാന്നായി. ഇപ്പൊ എലൻ മസ്ക് അതേപോലത്തെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടോ, ആ ഒരു എന്തോ ഒരു ടെലിപ്പതിന്നോ അങ്ങനെ എന്തോ പേരിട്ടിരിക്കണേ. മറ്റേ ഇതാണ് ന്യൂറോ വെച്ചിട്ടുള്ള ന്യൂറോ ചിപ്പ് നമ്മുടെ ബ്രെയിനിൽ വെച്ചിട്ട്, അതും പേരെന്താന്ന് ബ്രെയിനിൽ ഇപ്പൊ ഒരു ചിപ്പ് നമുക്ക് എവിടെയെങ്കിലും മൂവിയൊക്കെ ചെയ്യാം. നമ്മുടെ കാലിലിപ്പം സെൻസേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ പേര് എനിക്കറിയായിരുന്നു. ന്യൂറോ പേര് ഞങ്ങൾ ഇവിടെ എഴുതി കൊടുത്തേക്കാം. അല്ല, ന്യൂറൽ എഞ്ചിൻ അല്ല, ന്യൂറൽ എഞ്ചിൻ, ന്യൂറൽ അങ്ങനെ ന്യൂറോപ്പതി, ന്യൂറോ കണക്ഷൻ. ഓ, ഇനി ഇത് കണ്ടുപിടിച്ച അടങ്ങോളോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ? കമന്റ് ചെയ്താടെ. ന്യൂറാലിങ്ക് അത് അറിയാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അറിയാത്ത സാധനമാണ് ന്യൂറാലിങ്ക്. ന്യൂറാലിങ്ക് ടെക്നോളജി കംപ്ലീറ്റ് ആയോ? ഇല്ല, അതിന്റെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കാന്ന് ഞാൻ ഇങ്ങനെ ഇത് കണ്ടിരുന്നു. അതേ സംഭവം തന്നെയാണ് രാമായണത്തിലുള്ള. അങ്ങനെ നമുക്ക് അത് ഇതല്ല, അത് നമ്മളുടെ പണ്ടത്തെ ആളുകൾ മൈൻഡ് കൺട്രോൾ ചെയ്ത് ചെയ്യണ ഒരു സംഗതിയാ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു സെർച്ച് എഞ്ചിൻ പോലെയാ, ഇല്ലെങ്കിൽ ഒരു GPS പോലെ. നമ്മളിങ്ങനെ ഒരു സാധനം ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മള് നമ്മുടെ ലൈഫിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ നമ്മൾ വെളിയിൽ അന്വേഷിക്കും, നമ്മൾ തേർഡ് പാർട്ടിനോട് അന്വേഷിക്കും, നമ്മൾ നമ്മളോട് ചോദിക്കാറുണ്ടോ? യെസ്, അതൊരു കറക്റ്റ് ആണ്. നമ്മളിപ്പം ഇപ്പൊ നമ്മുടെ ആയുർവേദത്തിൽ തന്നെ ആണെങ്കിലും നമ്മുടെ ഞാൻ പറഞ്ഞ സ്മൃതി മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോബ്ലം നമ്മളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ തന്നെ ആ പ്രശ്നങ്ങൾക്കുള്ള മറുപടി ഉണ്ടെന്നല്ലേ. ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യാം, ഞാനൊരു മലയുടെ മേളിൽ കയറിയിട്ട് എനിക്ക് ആ മലയുടെ മേളിലോട്ട് കയറാൻ പറ്റണില്ല, ഞാൻ അങ്ങനെ താഴെ ഇരിക്കാം, എനിക്ക് വയ്യ, ഞാൻ മടുത്തു. അപ്പൊ ഞാൻ ഓർക്കാം എന്റെ ലൈഫിൽ ഞാൻ ആ ഒരു ഇതിലായിരുന്നു. ആ ടൈമിലുണ്ടല്ലോ, ആ ടൈമിൽ ഞാൻ ഇത് ആദ്യം എങ്ങനെ പ്രോസസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. അതായത് ഒരാളിരുന്നിട്ട് നമ്മൾ കണ്ണടച്ചിരിക്കുകയായിരിക്കും, നമ്മളൊരു മെഡിറ്റേറ്റീവ് ഫോമിലേക്ക് ആക്കും. നമ്മൾ പണ്ട് ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന പോലെ നമ്മൾ മൈൻഡിലേക്ക് ആക്കിയിട്ട് നമ്മളെ കൊണ്ട് തന്നെ തിങ്ക് ചെയ്യുക. അപ്പൊ നമ്മൾ പോലും അറിയാത്ത ചില പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളതായിട്ട് നമുക്കൊക്കെ അത് അടിപൊളിയായിട്ട് വേണമെങ്കിൽ കോൺട്രഡിക്ട് ചെയ്യാം. കാരണം നമ്മൾ ചിന്തിക്കണത് വേറെയും നമ്മളുടെ ലൈഫിലെ കാര്യം വേറെ ആണെങ്കിലോ നമ്മളുടെ ഇമാജിനേഷൻ അനുസരിച്ചല്ലേ. നമ്മൾ ഇമാജിൻ ചെയ്യണതാണോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ പോയപ്പോ. പക്ഷേ ചിലത് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലരും പറയത്തില്ലേ, എന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാം നമ്മളെ ഉള്ളിലെ കാര്യങ്ങൾ റിവീൽ ചെയ്തെടുക്കാൻ പറ്റും. അത് എനിക്കത് ഭയങ്കര സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ പറയരുതെന്ന് പോലും ഉദ്ദേശിച്ചാൽ പോലും തോട്ടിൽ എവിടെയോ എത്തുമ്പോൾ നമ്മളെ കൊണ്ടത് നമുക്ക് അത് ഒരു പരിധി വരെ നമുക്കത് റിവീൽ എടുക്കാൻ പറ്റും. ഞാൻ പറയും എത്ര ദൂരം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്ത് കാര്യം പലരും നമുക്ക് അനുഭവം വന്നാലേ പറ്റുള്ളൂ. എന്നോട് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറയും, നമ്മൾ ഇന്ന സ്ഥലത്താണ്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ തോന്നിയത് എനിക്ക് ചൂടെടുത്തിട്ട് പോയാ ഞാൻ ഒരു മരുഭൂമിയിൽ ഞാനിങ്ങനെ നിൽക്കുക. അപ്പൊ അവിടെ നിന്ന് ചെറിയതായിട്ട് ഇങ്ങനെ വെള്ളം വരണു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ആ നനവ് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കതൊരു ഹാപ്പിനെസ് പൂന്തോട്ടത്തിൽ ഭയങ്കര അത്. പക്ഷെ ഒരു തവണ ആ ഒരു ഇത് കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ഇമാജിനറി ആയതുകൊണ്ട് പല വേ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മള് പിന്നെ യോഗയിൽ തന്നെ ആണെങ്കിൽ നമുക്ക് യോഗ നിദ്ര എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. നന്നായിട്ട് യോഗ നിദ്ര ചെയ്യിക്കുന്ന ഒരാൾക്ക് നമുക്കൊരു ഫ്ലൈയിങ് ഫീൽ, റിയലി നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ കൂടെ നമ്മളിങ്ങനെ പറന്ന് കിടക്കുന്ന പോലത്തെ ഫീല് വരുത്താൻ പറ്റും. മറ്റേ MDMA കഞ്ചാവ് അടിച്ചിട്ട് കറങ്ങുന്ന സംഭവത്തിനെ പറ്റിയല്ല പറയണത്. ആൾക്കാർ ചിലപ്പോൾ പണ്ട് തന്നെ അങ്ങനെ ഒരു തവണ ചെയ്യിപ്പിച്ചിട്ടില്ലേ? ഉറങ്ങുന്നതിലായിരുന്നോ അതോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണതിലായിരുന്നോ എന്ന് എനിക്കറിയില്ല. യോഗ നിദ്ര ആയിരിക്കും ഓർക്കണില്ല. പക്ഷെ എനിക്ക് കണ്ണു തുറക്കാൻ തോന്നണില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ട്രാപ്പായി പോയി. എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോഴേ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സയൻസിലൊക്കെ ഒരുപാട് ഡെപ്തിൽ പോയാൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു റിസൾട്ട് ഉണ്ട്. നിങ്ങൾ യോഗയൊക്കെ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യാം. നമ്മുടെ ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ബാക്കി ഒരു എക്സസൈസിനും ഇല്ലാത്ത ഒരു സംഭവം അതാണ് യോഗയ്ക്കുള്ള, മൈൻഡും ബോഡിയും. അയ്യോ, നമ്മൾ പറഞ്ഞു വന്നതല്ല, നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ മൈൻഡ് സെർച്ച് എഞ്ചിൻ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ChatGPT സെർച്ച് ചെയ്യണു, ഇല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യണു. അതിനെക്കാട്ടിലും കൂടുതൽ ഐഡിയാസ് നമുക്ക് മനസ്സിനകത്തുനിന്ന് വരും. ഐഡിയാസ് എന്നല്ല, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ട്. കാരണം എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതില് എല്ലാം ഒന്നും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് മൈൻഡ് ചിലപ്പോൾ ഭയങ്കരമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ഈ മെന്റൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇപ്പം ഇത് ചിലപ്പോൾ കോൺട്രാഡിക്ടറി ആയിരിക്കാം, പലരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ചില ആളുടെ പേരുകളൊന്നും പറഞ്ഞില്ല, ആൾ ദൈവങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അല്ലെ സ്ഥിരമായി അതിൽ ഒരുപാട് പേര് സ്ഥിരമായി യോഗയൊക്കെ ചെയ്യുന്നത്. ഈ യോഗ സ്ഥിരമായി ചെയ്ത് ഈ പറഞ്ഞ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര മെന്റൽ ക്ലാരിറ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കാണും പലരും അവരുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ കോൺട്രാഡിക്ടറി ആയിരിക്കും. പല ഇങ്ങനത്തെ ആൾദൈവങ്ങളെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ വലിയ ആൾക്കാർ പോകുന്നതാണ്. സെലിബ്രിറ്റീസോ അല്ല അങ്ങനെയുള്ള ആൾക്കാരോ. ചിലർ പറയായിരിക്കും പെയ്ഡ്, അല്ലെ അവർക്ക് എന്തെങ്കിലും മ്യൂച്വൽ പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അല്ലെങ്കിൽ പോലും ഈ എല്ലാവരുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് വരും. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പം ചില സിറ്റുവേഷൻ വരുമ്പം നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം. എന്ന് വെച്ചാൽ അതിനൊരു എന്താ പറയാ തീരുമാനം എടുക്കാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ അതിന് നന്നായിട്ട് നമ്മളെ മീൻസ് അവർക്ക് മൈൻഡ് ഭയങ്കര ക്ലാരിറ്റി ഉള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചിലവർക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും. അത് സത്യം, ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാവും. ഈ യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായി ചെയ്ത് അങ്ങനെ ഒരു ക്ലാരിറ്റി വരും. നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തല്ലോ, ബ്രെയിന് ഇത് ഞാനൊരു ഇതിൽ കണ്ടേട്ടോ, അല്ല നമ്മുടെ ബ്രെയിനിന് റിയൽ ഏതാണ് നമ്മുടെ ഇമാജിനേഷൻ ഏതാണെന്നുള്ളത് അറിയില്ല. നമ്മള് പറയുന്നത് എന്താണോ അതാണ് നമ്മുടെ ബ്രെയിൻ ഫീഡ് ചെയ്യുക. സബ്കോൺഷ്യസ് മൈൻഡ്
എന്താണെങ്കിലും കോൺഷ്യസോ സബ് കോൺഷ്യസോ ഞാൻ എന്റെ ഒരു ബേസിക് അറിവിന്നിട്ട് പറയാ, നമ്മളിപ്പോ വായിക്കോടെ എന്ത് പറയണോ അത് നമുക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ പൊട്ടയാന്ന് പറയുമ്പോ ആ പൊട്ടയാന്ന് പറയുന്നത് ഒരു നെഗറ്റിവിറ്റിയാ. ആ നെഗറ്റിവിറ്റി നമ്മുടെ ഇതിൽ വരുമ്പോ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും നമ്മളുടെ. ചില ആളുകള് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നെഗറ്റിവിറ്റി തോന്നും. പക്ഷെ അവര് നമ്മളോട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും അവരിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ വരണമെന്ന്. എനിക്ക് തോന്നാറുണ്ടോ? എനിക്കങ്ങനെ എപ്പോഴും തോന്നും. അങ്ങനെ ഉള്ളവരൊക്കെ നമുക്ക് പ്രശ്നമായിട്ടേ ഇല്ലല്ലോ, ഇല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ വേറൊരു മീൻസ് മാനിഫെസ്റ്റേഷനെ പറ്റി ഒന്നും ഡീപ്പിൽ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ ഈ ഒരുപാട് ബുക്സ് വായിക്കാറുണ്ട്. ഇപ്പൊ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനത്തെ ബുക്കുകൾ, അതിനൊക്കെ യോഗയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിലെല്ലാം ഇത് തന്നെയാണ് പറയണത്, പല ഫോമിലാണെന്ന് മാത്രം. നമ്മൾ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ്, അങ്ങനെയാണ് മൈൻഡിന്റെ തന്നെ പല തട്ടുകളായിട്ട് പറയുന്നത്. ചിലതുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈവൻ അതിനകത്ത് പറയുന്ന പോലും നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, നമ്മളിപ്പോൾ ഇരിക്കുന്ന, അതായത് നമ്മൾ സെൻസ് ഓർഗൻസ് വെച്ച് കാണുന്ന, കണ്ണ് ചെവി കൊണ്ട് കേൾക്കുന്നു, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അനാലിറ്റിക് മൈൻഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് ഇവിടുന്ന് പറന്ന് ആകാശത്തേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അനാലിറ്റിക് വെച്ചാൽ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, സോ എനിക്കത് പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു, 100 മീറ്റർ ഓട്ടം 1970-80 ഒരു സമയം വരെ 10 സെക്കൻഡ്സിൽ താഴെ ആർക്കും ഓടാൻ പറ്റില്ലെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഒരാൾ അത് ബ്രേക്ക് ചെയ്തതിനു ശേഷം ചാപ്പർ പോലെ ആൾക്കാർ, കാരണം അത് വിശ്വാസത്തിലായി പല കാര്യങ്ങൾ. ഇപ്പൊ ആദ്യമായിട്ട് ഒരാൾ കണ്ടുപിടിക്കുന്ന ആൾക്കാണ് അത് വേണ്ടത്, കാരണം അയാൾക്ക് അത് വിശ്വസിച്ച ഇപ്പൊ എവറസ്റ്റിനെ മേളിൽ കയറുക, അത് ആദ്യം ഒരാൾ ബിലീഫ് ചെയ്തതിനു ശേഷമാണ് പിന്നെ ആൾക്കാർ കോൺഫിഡൻസ് ആയി ട്രൈ ചെയ്ത് ഫെയിലായി. അപ്പൊ അതേപോലെയാണ് അത്. ഈ അറിഞ്ഞോ അറിയാതെയോ ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ, വലിയ ബിസിനസ്മാൻമാർ പോലും അങ്ങനെയുള്ളവർ പോലും ഈ സബ് കോൺഷ്യസിനെ ട്രെയിൻ ചെയ്യുന്ന പറയുന്നത്. ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത വെച്ചാൽ അത് അനാലിറ്റിക് അല്ല, നമ്മൾ എന്തിട്ടാലും അവിടെ ക്ലിക്കുമെന്നാ പറയാ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇത് ചെയ്യാൻ പറ്റുമെന്ന് സബ് കോൺഷ്യസിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് അനാലിറ്റിക്സ് ഇല്ല, എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് വിശ്വസിക്കും. അല്ല, ഈ മാനിഫെസ്റ്റേഷനകത്ത് തന്നെയുള്ള ഒരു കാര്യം കേട്ടോ. നിങ്ങൾ കിടക്കണതിന് മുൻപ് നമ്മൾ ഉറങ്ങാൻ കിടക്കില്ലേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ മൃദുലിന്റെ കാര്യമില്ലേ, ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ഞാൻ എന്റെ വീഡിയോകള് ഞാൻ ഇങ്ങനെ പറയണത് എങ്ങനെയാന്നുള്ളത് ഇമാജിൻ ചെയ്യും. അതുപോലെ ഞാനിങ്ങനെ ഞാൻ എന്നെ ഇന്റർവ്യൂ ചെയ്യണതായിട്ട് എനിക്ക് ഈ 2000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ സമയത്ത് ഞാൻ ബിഗ് ബോസിൽ പോണത് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കോള് വന്നിട്ടുണ്ട്, 2-3 കോള് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യണം. അന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബിൽ അതൊന്നുമില്ല, നമ്മളിത് കാണും. അപ്പൊ ഒരു അത്ഭുതമായിട്ട് ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് ബിഗ് ബോസ് ഉണ്ടോ? ഉണ്ട്. മലയാളം ബിഗ് ബോസ് തുടങ്ങിയത് എന്നായിരുന്നു? ഹിന്ദി ബിഗ് ബോസ് അങ്ങനെ ഇല്ല, മലയാളം ബിഗ് ബോസ് അന്ന്. പക്ഷെ മലയാളം ബിഗ് ബോസ് ശരിയായി യൂട്യൂബിൽ ഞാൻ യൂട്യൂബിൽ അത്ര ക്ലിക്ക് ആയിട്ടില്ല, അത്ര ഒരു ഞാൻ 2000 ഫോളോവേഴ്സോ അങ്ങനെയൊക്കെ സമയത്ത്. ഫസ്റ്റ് ബിഗ് ബോസ് വരുന്ന അന്നേരമായിരിക്കും. അപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണത് തിരിച്ചിട്ട് അങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാൻ, ഞാൻ അങ്ങനെ സംസാരിക്കും തന്നെ. അങ്ങനെ ഇരുന്ന് ഞാൻ സംസാരിക്കണത് രാത്രി കിടക്കണേ മുമ്പ് ഞാൻ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചാൽ കിടന്ന് ഉറങ്ങിപ്പോവാ. അപ്പൊ ആ ടൈമിൽ നമ്മൾ പറയണത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറുന്നു. ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴാട്ടോ ഞാൻ അങ്ങനെ പറയരുത് ഞാൻ ഇപ്പൊ ഓർക്കണത്. അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ കയറുമെന്നാ. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കണേ മുമ്പ് നമ്മൾ അതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറുമെന്നാണ് പറയുന്നത്. അതുണ്ട് സബ് കോൺഷ്യസ്. ഈ പറയുന്ന യോഗനിദ്രയിലും ഒക്കെ സബ് കോൺഷ്യസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് യോഗനിദ്രയെ പറ്റി ബുക്ക് എഴുതിയ സ്വാമി സത്യാനന്ദ സരസ്വതി എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്സ് ഉണ്ട്. അതൊക്കെയാണ് പ്രൈം ബുക്സുകൾ യോഗനിദ്രയെ പറ്റിയുള്ള. പുള്ളിയൊക്കെ പയനീറാ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ US-ലും അല്ലെ എനിക്ക് തോന്നുന്നു UN-ലും ഒക്കെ പോയിട്ട് സംസാരിച്ചിട്ടുള്ള ആൾക്കാർ ഇതിനെ പറ്റിയൊക്കെ. അങ്ങനെ വെറുതെ ഒന്നും ഒരു ബന്ധമില്ലാതെ പറയുന്നതല്ല, അത്രയും ആൾക്കാർ റെസ്പെക്ട് ചെയ്തിരുന്ന ഒരുപാട് പേര് സയന്റിഫിക്കലി ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടുള്ള അങ്ങനത്തെ കുറെ ഇതുണ്ട്. ആൾക്കാരെ കുറെ ജേർണൽസ് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അതിൽ പുള്ളി പറയുന്നുണ്ട് ഈ യോഗനിദ്ര. ഇതിൽ വേറൊരു സംഭവം യോഗനിദ്ര പറയുന്നതാണ് ഈ ഞാൻ പറഞ്ഞ സത്യാനന്ദ സരസ്വതി പുള്ളിയുടെ ആശ്രമത്തിലായിരുന്നു. പുള്ളിയാണോ പുള്ളിയുടെ ശിഷ്യനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ബുക്കാണോ ഞാൻ വായിച്ചത്? അല്ല, അത് മറ്റേതായിരിക്കും, അത് കുറച്ചുകൂടെ ഡെപ്താണ്. ഇത് ജസ്റ്റ് ബേസിക്. അപ്പൊ പുള്ളിയുടെ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി ഭയങ്കര വികൃതിയായിരുന്നു. ഈ കുട്ടിയെ വിദ്യാഭ്യാസം ഒന്നുമില്ല, ആകെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ബേസിക് അവിടെ ഉള്ള വിദ്യാഭ്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ല സ്കൂളിൽ വിടുവോ അങ്ങനെയൊന്നുമില്ല. ആ കുട്ടിയെ കൊണ്ട്, പക്ഷെ ആ കുട്ടി ഈ ഒരുവിധം ഇവരുടെ ഈ എന്താ പറയാ നമ്മുടെ ഈ വേദവാക്യങ്ങളൊക്കെ ഇവർ വായിക്കും. ഇവരവിടെ ഈ പാരായണം ചെയ്യും, ആശ്രമമല്ലേ, അതെല്ലാം ബൈഹാർട്ടാ അതെല്ലാം. പക്ഷെ ആ കുട്ടി അത് കേട്ടിട്ടുമില്ല, ഒന്നുമില്ല.
ഉറക്കമായിരിക്കും, ഉറങ്ങാണ്, ആൾ ഉറങ്ങുവാണ്. പക്ഷെ ആള് ഈ യോഗനിദ്ര സ്റ്റേറ്റിലായിരുന്നു ഉറങ്ങുന്നത്. പക്ഷെ പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യും. അങ്ങനെ ഈ കുട്ടിയെ യോഗനിദ്ര ടൈം ഇങ്ങനെ നിദ്ര ചെയ്യിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത് ഇയാൾ ഫീഡ് ചെയ്ത് കൊടുത്തു തുടങ്ങി. ഇതിങ്ങനെ ആണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഈ കുട്ടി എവിടെ സ്കൂളിൽ ഒന്നും പഠിച്ചിട്ടില്ല, 8-9 ഭാഷ സംസാരിക്കും. ഇപ്പൊ US കണ്ട ഇപ്പൊ ചിലപ്പോ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് മുമ്പ് എഴുതിയ വലിയ പൊസിഷനിലൊക്കെ ആയിരിക്കാം, അത്രയും ഭാഷ സംസാരിക്കും, സ്കൂളിൽ പോയിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. ഈ ആ ഒരു ടൈമില് നമ്മുടെ മൈൻഡിന് ഭയങ്കര ഗ്രാസ്പിംഗ് പവർ ആയിരിക്കും. ആ ഒരു കുറച്ച് നേരം കൊണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം മൈൻഡ് ഭയങ്കര ക്ലിയർ ആയി. ഇപ്പൊ എല്ലാവരും പറയും രാവിലെ എണീക്കണം. നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു 3:30-4:30 ടൈമിൽ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കാമായിരിക്കും, മൈൻഡ് ഭയങ്കര ഷാർപ്പായിരിക്കും, ഡിസ്ട്രാക്ഷൻസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. ആ സമയത്ത് പഠിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും ആരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഇങ്ങനെ പല ഐഡിയാസ് ഞാൻ ഉറങ്ങാൻ നേരം കിടക്കൂലേ, എന്തൊരു ആലോചനയുണ്ട് ഞാനിരുന്ന്. ഞാൻ അങ്ങനെ അപ്പൊ എന്തോരം ഐഡിയാസ്, ഞാൻ പല ബിസിനസ് ഐഡിയാസ്, അതുപോലെ എങ്ങനെ വീഡിയോസ് ഇടണം, ബിസിനസ് നമ്മുടെ ക്ലോത്തിങ്ങിൽ എങ്ങനെ വീഡിയോസ് ഇടണം, എങ്ങനെ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യണം, വീഡിയോസ് ഇടുന്നത് എന്ത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ രാത്രി കിടന്നിട്ട് ആലോചിക്കാം. അത് എനിക്ക് കണക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ആലോചിക്കാറില്ല. അങ്ങനെ കിടന്ന് ആലോചിക്കും. നമ്മള് വേറെ എന്റർടൈൻമെന്റ് അങ്ങനെ ഞാൻ സ്വപ്നം കാണുന്നത് തന്നെ വളരെ കുറവാണ്. പക്ഷെ പണ്ട് ഇതിലും കൂടുതൽ സമയം ഞാൻ തന്നെ ഇരുന്ന് ആലോചിക്കായിരുന്നു. ഇപ്പൊ എനിക്ക് പക്ഷെ അതിന് പറ്റാറില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഫോണ് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് പിന്നെ ഞാൻ തോന്നുന്നു. മുമ്പ് ഞാൻ വെറുതെ ഇരുന്ന് ആലോചിക്കാം, അന്നൊന്നും അറിയില്ല കേട്ടത് ഇത് ഇങ്ങനെ. ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ കുറെ പേര് സംസാരം കേട്ടപ്പോഴത്തേക്ക് വെച്ചാൽ കുറച്ച് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന കുറെ പേരൊക്കെ ഈ ഇപ്പൊ ആൾക്കാർ പറയുന്ന ഇൻട്രോവേർട്ട്, പണ്ട് ഇങ്ങനത്തെ പദങ്ങളൊന്നും അധികം ഉപയോഗിക്കത്തില്ലായിരുന്നു, പദങ്ങളൊന്നും കാര്യങ്ങളായിട്ട് ഉപയോഗിക്കില്ലായിരുന്നു. ഒരുപാട് പേര് ഇപ്പൊ ഞാൻ സ്ഥിരം കാണുന്ന കേട്ടോ, സഞ്ചാരം സഫാരി സന്തോഷ് ജോർജ് കുളങ്ങര സാർ. അപ്പോ പുള്ളിയെ പറയുന്നുണ്ട്, പുള്ളിയൊക്കെ ഒരു അധികം അങ്ങനെ ഉൾവലിഞ്ഞിരിക്കാം. പക്ഷെ ആ സമയത്തൊക്കെ അവരുടെ വർക്കിനെ പറ്റിയാ ചിന്തിക്കണം. ഞാനൊക്കെ കൂടുതൽ സമയം വല്ലവരോട് സംസാരിക്കാം, പക്ഷെ അതെനിക്ക് ഇവർക്ക് ഇഷ്ടമാണ്. എനിക്ക് ആ സമയത്ത് ഒരു 10 ഫ്രണ്ട്സിനെ കണ്ടു ഹായ് ഹലോ എന്താ പറയാ. പക്ഷെ അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ ഇങ്ങനെയുള്ള കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ ഫുൾ ടൈം ചിന്തയിലായിരിക്കും. എന്നുവെച്ചാൽ അവർക്ക് എങ്ങനെ പ്രോഗ്രസ് ചെയ്യാം, എങ്ങനെ ഇത് ചെയ്യാം. നമ്മളിങ്ങനെ കുറച്ച് ഡയലോഗ് അടിച്ച് ഇറങ്ങി തിരിഞ്ഞ് നടക്കുന്നവർ അവർ ആ സമയം പ്രൊഡക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യാം. എങ്ങനെ ഞാൻ പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം, വീഡിയോ ഐഡിയാസ്, എങ്ങനെ എനിക്ക് ഇനി അടുത്ത ബിസിനസ്, എനിക്ക് പല ബിസിനസ്സുകൾ തുടങ്ങും. ഐഡിയകളുടെ ഒരു ഘോഷയാത്ര കേട്ടോ ഇതെല്ലാം കൂടെ പറഞ്ഞ് അത് തുടങ്ങണം ഇത് തുടങ്ങണം. ഞാൻ ഇതൊക്കെ നമ്മള് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 5 ഇയേഴ്സിനുള്ളിൽ ഞാൻ അത് അച്ചീവ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരിക്കണേ. അല്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് റിയൽ ആയിട്ട് നടന്നിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്താ, ഇപ്പോഴുള്ള എന്റെ ഈ ഒരു സ്റ്റേജില്ലേ ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരുപാട് പൈസ വേണം, എനിക്ക് കല്യാണത്തിന് മുൻപ് എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി എനിക്ക് സെറ്റ് ആവണം, ഇതാവണം എന്നുള്ളതാ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഭയങ്കര പൈസയല്ല, എന്റെ ആഗ്രഹങ്ങൾ ചെറുതായതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങൾക്കുള്ള 3 നേരം ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റണം അത്ര. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഒത്തിരി പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്ട്രെസ് മനസ്സിലില്ല. പിന്നെ എന്താ, എനിക്കിപ്പോ വീഡിയോസ് ഇടുമ്പോ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇട്ടാൽ മതി. ഞാനത് എന്നോട് പറഞ്ഞിട്ടില്ലേ മുമ്പ്, എനിക്കിങ്ങനെ ഒത്തിരി എന്നുവെച്ചാൽ എനിക്കിഷ്ടമുള്ള വീഡിയോസ് ഇടാൻ പറ്റണം. ആ വീഡിയോസിന് വ്യൂസ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടോ, ഇപ്പൊ വ്യൂസ് കിട്ടണമെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ ചിലപ്പം നമ്മൾ സറൗണ്ടിങ്ങിനനുസരിച്ച് എല്ലാവരും ഇത് ഉപയോഗിക്കാൻ പറയുന്നു അത് ഉപയോഗിക്കാൻ പറയുന്നു. ചിലതൊക്കെ കുറച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കാം, പക്ഷെ അത് നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാവും നമ്മൾ ചില ഫീൽഡിൽ നിൽക്കുമ്പോൾ. പക്ഷെ അങ്ങനെ അത്രയും നമുക്ക് ആ ഒരു പ്രഷർ ഇല്ല. ഞാൻ ഇപ്പൊ ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ കൂളായിട്ട് വ്യൂസ് വരികയാണെങ്കിൽ വരട്ടെ, കുറച്ച് ആളുകൾക്ക് ഉപയോഗപ്പെടാമാവണം എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ഇടണേ. ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ ഈ ഒരു സ്റ്റേജ് ഞാൻ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് മുമ്പ് ഇത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞോണ്ടായിരിക്കും ഓർമ്മയില്ലാത്തത്. ഞാൻ ഇത് വിചാരിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കണം, നല്ലൊരു സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ്, നല്ലൊരു വീട്. ഇത് നമ്മുടെ വീടല്ലേ, നമ്മൾ റെന്റിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് എവിടെ നിൽക്കാൻ പറ്റുന്നോ അതാണ് നമ്മൾ ഹോം അല്ലെ. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ഭക്ഷണം എന്താണെല്ലാം എല്ലാം കൊണ്ടിട്ട് ഭയങ്കര ഞാൻ മിതമായി ആഗ്രഹിക്കണോണ്ടായിരിക്കാം. എനിക്കാണ് ഭയങ്കര ആഗ്രഹങ്ങളാണ്, പക്ഷെ ഒന്നും നടക്കാറില്ല. വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ ചിലപ്പോ ഇതൊന്നും പോരാട്ടോ. ഇവര് ലിമിറ്റഡ് എനിക്ക് വന്നാറുണ്ട് ഞാൻ അല്ലേ അങ്ങനെ പൊതുവെ. പക്ഷെ ഈയിടെയായിട്ട് ഇച്ചിരി ആഗ്രഹങ്ങൾ കൂടുന്നുണ്ടോ? ഞാൻ ഈയിടെയായിട്ട് ആഗ്രഹങ്ങൾ വരുത്താൻ നോക്കുക, കാരണം എനിക്ക് ഗോൾ ഇല്ലാതാവുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞാൻ അതുകൊണ്ട് ഗോൾ ഇപ്പൊ സെറ്റ് ചെയ്യാണ്. നമുക്ക് ജീവിക്കാൻ വേണമെങ്കിൽ ഒരു ഗോള് വേണം.
അങ്ങനെ ഗോൾ അച്ചീവ് ചെയ്താലോ അടുത്ത ഗോള്. അങ്ങനെയാണ് ഞാൻ അന്ന് ചെന്നപ്പോഴേക്ക് നമ്മുടെ സ്മൃതിയിലെ സാർ പറഞ്ഞത്. ഞാൻ ആ ഒരു സ്റ്റേജിലാണ് അവിടെ ചെന്നത്. സാറ് എന്നോട് ഗോള്, ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഒരു ഗോളില്ല. എന്നുവെച്ചാൽ ഞാൻ യൂട്യൂബിലോട്ട് വരുന്നത്, യൂട്യൂബിൽ വരണം ഇത്ര ആളുകൾ, എനിക്ക് ഫെയിം ആവണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഫെയിം ആവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ചില പേഴ്സണലി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ആ ഒരു ഇതിന്ന് ഞാൻ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി. അപ്പൊ ഞാൻ അതിന്ന് വെളി വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒന്നുമില്ല, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വേറെ കാര്യമുണ്ട് കേട്ടോ. അത് ഈ അടുത്തിടയ്ക്കും നമ്മള് ഇപ്പൊ ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ച് ഹൈ ലെവൽ ആൾക്കാർക്കേ ഉള്ളൂ. താഴേക്കിടയിലേക്ക് ഇത് വളരെ കുറവാണ്. കാരണം കണ്ടിന്യൂസ് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഒന്നിനെ പറ്റി ചിന്തിക്കാൻ സമയമില്ല. ഈ ചിന്തിക്കാൻ സമയമുള്ളപ്പോഴാണ് കൂടുതൽ പ്രശ്നം നമുക്ക് അത് തോന്നാറുണ്ട്. അപ്പോഴാണ് ഇത് ഭയങ്കര ഒന്നാമത്തെ കാര്യം, ഈ കോവിഡ് വന്നപ്പം ഒന്ന് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ചിന്തിക്കാൻ നല്ല സമയം കിട്ടി. എല്ലാവർക്കും വീട്ടിൽ ഇരുന്നിട്ട് ആദ്യമൊക്കെ രസമായിരുന്നു, പക്ഷെ പിന്നെ പോകും തോറും ടെൻഷനും ഉണ്ട്. കാരണം ജോബ് പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടാവുമായിരിക്കും, പക്ഷെ കുറെ പേർക്ക് ചിന്തിക്കാനും അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒന്നാമത്തെ കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാഡ്മിന്റൺ ഒക്കെ കളിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തേ ഇല്ലായിരുന്നു. അതും കളിക്കില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. പിന്നെ കുറച്ചു നേരം മറ്റേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കും, പക്ഷെ എത്ര എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അന്നന്ന് പണി ചെയ്ത് ജീവിക്കുന്നവർക്കൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ല. ഞാൻ അമ്മേനോട് ഇപ്പോഴും പറയുമ്പോ അവളുടെ ഒരു ഇത് ഡിപ്രഷൻ 2 ചൂലെടുത്ത് മുറ്റടി കടിയെന്ന് എന്നോട് പറയാം. അപ്പൊ ഇങ്ങനെ ആ ടൈമില് എനിക്കൊരു ഗോളില്ല. എന്നോടൊപ്പം പറഞ്ഞ പൈസ ഉണ്ടാക്കണത് ഗോളാക്ക്, എനിക്ക് അങ്ങനെ വേണമെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അതിനും ആഗ്രഹം വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനേക്കാൾ വേറെ എന്തെങ്കിലും ഗോളാക്കാം. അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ ഗോള് സെറ്റ് ചെയ്ത് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പൊ നമുക്കൊരു എനർജി ഉണ്ടാവും നമുക്ക് അതിലോട്ട് വർക്ക് ആവാനായിട്ട്. അല്ല, നല്ലതാ. നമുക്ക് ലക്ഷ്യങ്ങളെല്ലാം ഉള്ള നല്ലതാ അത്. പക്ഷെ നമ്മള് ലക്ഷ്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റുവേഷനും കൂടെ നോക്കണം കേട്ടോ. കാരണം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ വെക്കാം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാം. പക്ഷെ അത് പ്രശ്നം അതല്ല. ചിലപ്പം അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ചില ഒരുപാട് നാളെടുക്കും. അപ്പം എല്ലാവർക്കും ചിലപ്പോൾ അത്രയും ഒരു ക്ഷമയോടെ അപ്പൊ നിരാശ വരും. നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, നമുക്കത് നടന്നില്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കാനല്ല വേണ്ടേ, അതിനെ നമ്മളങ്ങനെ വിടണം. നമ്മള് ശൂന്യതയിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ ഞാൻ എന്റെ വിഷൻ ബോർഡിൽ ഒരു ആ സംഗതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഓർക്കണില്ല അത് ഒട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ഞാൻ നെക്സ്റ്റ് ഇയർ കാണിക്കാം. അതിനകത്ത് അതിങ്ങനെ ഒരു ബോർഡ് പോലെ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചേക്കുന്നത്, ഇടയ്ക്ക് നിലത്ത് വീഴും, ഇടയ്ക്കിരിക്കും. അപ്പൊ ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞ കാറ്റടിച്ച് അവിടെ പോയി, കാറ്റിന് താഴെ അങ്ങോട്ട് പറന്നു പോയി കാണും ജനലെ കൂടെ. കാരണം ബോർഡ് അത്രേ ഉള്ളൂ, പോകാനുള്ളൂ. ഇവിടാണ് നല്ല സ്ട്രോങ് കാറ്റോ ഉയരത്തില്. അപ്പോ പിന്നെ എന്നിട്ട് പക്ഷെ അതിന്റെ ഇടയ്ക്ക് കിടപ്പുണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒരു കാര്യം പറയണോ? ഒരു കാര്യം ഉണ്ടല്ലോ, പറയണ്ട. അല്ല, നടക്കാൻ പോകുന്നതല്ല, നടന്ന കാര്യം ഞാൻ അതിൽ പറയാന്ന് വിചാരിച്ചിരിക്കുക. അതാ പറഞ്ഞത്. എനിക്ക് ഇതിനകത്ത് വലിയ വിശ്വാസമില്ലായിരുന്നു നീ ഒട്ടിക്കുന്നതിലൊക്കെ. പക്ഷെ 1-2 കാര്യങ്ങൾ ഇവരുടെ അത് അമ്മൂന്റെ ഒരു കാര്യം ഭയങ്കര നടന്നു. അമ്മു ഞാനും ഒരുമിച്ചിരുന്നാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒട്ടിക്കണ്ടായിരുന്നു ഗൈസ്. അന്ന് മടി കാരണം വേണ്ടാന്ന് വെച്ചിട്ട് മാറിയിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞതാ, അത് ഒട്ടിച്ചെങ്കിലും ഞാൻ അത് വേണം, അത് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെയല്ല. നമുക്കത് എന്താണെന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്യണം. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിരാശ വരികയാണെങ്കിൽ അതിൽ ഒരു കാര്യമില്ല. നമ്മൾ അതിന് അല്ല, അങ്ങനെ നിരാശ പെട്ടെന്ന് വരുന്ന നമുക്കറിയാലോ, ഓരോരുത്തർക്കും പെട്ടെന്ന് ഞാൻ ഡൗൺ ആവുന്ന ഒരാളെ നിങ്ങൾ ഷോർട്ട് ടൈം ഗോൾസ് വെച്ചാൽ മതി. എങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഗൂഗിളിന്റെ സിഇഒ ആവണമെന്ന് എല്ലാരും വിചാരിച്ചാൽ നടക്കുമോ? നടക്കത്തില്ല. നിങ്ങൾ ഗൂഗിളിന്റെ സിഇഒ ആവണമെന്ന് വിചാരിക്കുക, എന്നിട്ട് അത് ആയില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവോ ഇല്ലെങ്കിൽ വിഷമിക്കോ ചെയ്യരുത്. അതങ്ങനെ ആഗ്രഹം മനസ്സിൽ വച്ചേക്കാം, എന്തെങ്കിലും ആകുമായിരിക്കാം. ആയിക്കഴിഞ്ഞാൽ നല്ലത്, ആയില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോ മൈൻഡ് സെറ്റ് കൊണ്ട് അങ്ങനെ നിരാശയാവുന്ന ഒരാൾ, ഇപ്പൊ ഒരു എക്സാം ക്രാക്ക് ചെയ്യേണ്ട ഒരാളാണ്. ചിലപ്പോൾ 1ാം തവണ എഴുതി കിട്ടത്തില്ല, 2ാം തവണ എഴുതി കിട്ടത്തില്ല, അങ്ങനെയൊക്കെ വരാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് എബിലിറ്റി ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് കിട്ടും. പക്ഷെ ചിലപ്പം എല്ലാവരും പറയുന്ന ഒരു അൺലക്കി ടൈമിൽ കിട്ടത്തില്ല. ഇപ്പൊ അന്നത്തെ ദിവസം ഒരു അസുഖം വന്നു, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നിരാശ കുഞ്ഞു ഗോൾസ് വെച്ചിട്ട് അതിലേക്ക് എത്തുക. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാം ഞാൻ ഡെയിലി ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യും അതിന് വേണ്ടി. ആ വർക്ക് ചെയ്തോ, അതിന്റെ അറ്റ് ഫൈനൽ എൻഡ് നിങ്ങൾ കിട്ടട്ടെ എന്ന് വിചാരിക്കുക. ആ അച്ചീവ് ഒരു ദിവസം ഇത്ര ഞാൻ ചെയ്യാനുള്ള ചെയ്തു എന്നുള്ള അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാലും നല്ലതായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞതാ, 2 ഗോൾ അങ്ങനെയും ചെയ്യാം. ഇതിന് അങ്ങനെ പ്രത്യേക ഇന്ന രീതി എന്നൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോ ഇവർക്ക് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഗോൾ ഫസ്റ്റ് നമ്മൾ തന്നെ നമ്മൾ എത്തിയെന്ന് വിചാരിക്കണം അല്ലേ. ഇപ്പൊ ഞാൻ സിഇഒ ആയി രാവിലെ അങ്ങനെ അത് ഞാൻ കേട്ട എനിക്ക് പറ്റാറില്ല. പക്ഷെ അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിളിന്റെ സിഇഒ ഞാൻ അതേപോലെ ബിഹേവ് ചെയ്യുന്നു.
അങ്ങനെ ആയി എന്ന് വിചാരിച്ചു. ഇന്റർവ്യൂ ചെയ്യണത് ഞാൻ ആ ഒരു പൊസിഷനിലുള്ള ആളാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്റർവ്യൂ അങ്ങനെ ഞാൻ കടന്നപ്പോ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ അങ്ങനെയാണ് ആലോചിച്ചിരുന്നത്. നമ്മളിങ്ങനെ കാട് പിടിച്ച പോലെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആണ് മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ പല കാര്യങ്ങൾ പറയണത്. അതിനൊക്കെ ഉറക്കം വരുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫിനാൻസ് പറഞ്ഞപ്പോ ഞാനിരുന്ന് ഉറങ്ങിയ പോലെ. മൈൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ചെറിയ ഉറക്കം വരുന്നുള്ള പോലെ ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ യോഗയെ പറ്റി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മൈൻഡിനെ പറ്റി കൂടുതൽ പഠിച്ചു. അങ്ങനെ കുറെ ബുക്കുകൾ വായിച്ചു. ഭയങ്കര രസമുള്ള ഏരിയ ആണ്. പക്ഷെ ഒരുപാട് കാര്യം നമുക്കത് റിയലി നമുക്ക് മനസ്സിലാവും, ഫാക്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് വരുമ്പോ മനസ്സിലാവും. നമുക്കത് മൈൻഡും നമ്മുടെ ബോഡിയായിട്ടൊക്കെ ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഇപ്പൊ അത് കുറെയൊക്കെ സയന്റിഫിക്കലി പറഞ്ഞു വരുന്നുണ്ട്. ആദ്യം സമ്മതിച്ചിരുന്നില്ല. പല ഈ പറഞ്ഞ പോലെ മോഡേൺ സയൻസിലാണെങ്കിലും ആദ്യം അങ്ങനെ ഇത് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പം അത് ഭയങ്കരമായിട്ട് പറയണ്ടല്ലോ. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ആയുർവേദ ബുക്സ് എന്നൊക്കെ പറഞ്ഞാൽ ആയുർവേദം എനിക്കൊന്ന് 2000-4000 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്തായാലും എഴുതിയിട്ടുള്ളതെന്ന് പറയാം. അതിൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ, നമുക്ക് വരുന്ന സ്ട്രെസ്, നമുക്ക് വരുന്ന ദുഃഖം, സന്തോഷം, ഇതൊക്കെ അസുഖത്തിന് കാരണമാവെന്ന് പറയുന്നുണ്ട് ഫിസിക്കൽ. ഇപ്പൊ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ അതാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്. ഇപ്പം മോഡേൺ സയൻസ് അത് പറയുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ സ്ട്രെസ് അടിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെ അസുഖം വരാം, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, ഡയബറ്റീസ് വരാം ഒക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരുപാട് വർഷം മുമ്പ് പറഞ്ഞിരുന്നു. ഞാൻ പഠിച്ച സമയത്ത് അന്നും നമുക്ക് ഇത്രയും സോഷ്യൽ മീഡിയയിലൊന്നും വിശ്വാസം. പക്ഷെ ഞാൻ പഠിച്ച സമയത്ത്, കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞു, എൻട്രൻസ് എഴുതി. ഓൾവേസ് എല്ലാവരും MBBS ആഗ്രഹിച്ച മെഡിക്കൽ എൻട്രൻസ് എഴുതുക. ഞാനും അങ്ങനെ ആഗ്രഹിച്ച് എഴുതി. പക്ഷെ കിട്ടിയത് BAMS ആണ്. അപ്പോൾ എനിക്ക് ആദ്യം വിശ്വാസമില്ലായിരുന്നു, ടു ബി ഫ്രാങ്ക്. എന്ന് വെച്ചാൽ കാരണം നമ്മൾ സയന്റിഫിക്കലി പഠിച്ചു വരുന്ന കാര്യങ്ങളെ അല്ല, അതിൽ കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റി ഭയങ്കര പാടാണ്. അത് വെച്ചിട്ടാണ് ഇപ്പൊ പലരും കോൺട്രാഡിക്ഷൻ പറയുന്നത്. അപ്പൊ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഈവൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് അസുഖം വന്നാൽ ഞാൻ അലോപ്പത്തിക് മെഡിസിൻ ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ഞാനത് മാറി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരുപാട് ചേഞ്ചസ് എനിക്ക് വരാൻ തുടങ്ങി. എൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി ലെവലിലാണെങ്കിലും മറ്റേ എനിക്ക് എപ്പോഴും പനി വരുന്ന ഒരാളായിരുന്നു. അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ചിലത് നമ്മൾ റിയൽ എക്സ്പീരിയൻസിലെ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ ഈ മൈൻഡിൻ്റെ കാര്യം അത് സത്യമാണ്. മൈൻഡ് ഇപ്പോൾ അസുഖങ്ങൾ വന്നാലും നമ്മൾ മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അസുഖം കൂടും. അത് ഭയങ്കര, ഇപ്പോൾ ഈവൻ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ നമ്മുടെ റിയൽ ടൈം ഒബ്സർവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ പൊതുവേ അങ്ങനെ, ഞാനിത് എൻ്റെ ഒരു വീക്ഷണം കേട്ടോ, ചിലപ്പം ഈ പറഞ്ഞ പോലെ തെറ്റൊക്കെ ആവാം. ഇപ്പം നമ്മൾ പൊളിറ്റീഷ്യനെ ശ്രദ്ധിക്കുക. പൊളിറ്റീഷ്യൻസുമാർ നോക്കും എത്ര പേർക്ക് ക്യാൻസർ വരാം, പക്ഷെ അവരെന്ത് സിമ്പിളായിട്ട് ഓവർകം ചെയ്തു പോകുന്നത്. അവർക്ക് ചിലപ്പോൾ മേ ബി US പോയി ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയാമെങ്കിൽ പോലും അവരതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിച്ച് വറീഡല്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് ചിന്തിക്കാനും ഇത് ചെയ്യാനൊക്കെ 100 കൂട്ടം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവർ പെട്ടെന്ന് റിക്കവറായി പോകുന്നുണ്ട്. മിക്കവരും കയറി, വളരെ ചുരുക്കം 1-2 പേര് മരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഓവർകം ചെയ്തു പോകും. അത് മൈൻഡ് സെറ്റ് നമുക്ക് അത്രയും ടഫായിട്ടാ. ഭയങ്കര കൂളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരണതും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ വെക്കാനാണ് പാട്. അത് പാടാ, ശരിയാ. നമ്മളാ ചെറിയ സിറ്റുവേഷൻ അങ്ങനെ വെക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്, ലെറ്റ് ഇറ്റ് ഗോ എന്ന് വെക്കാം. എന്ത് വന്നാലും കുഴപ്പമില്ല, പോട്ടെ. ഇപ്പൊ ആരെങ്കിലും നമുക്ക് എപ്പോഴും എന്താ പ്രശ്നം വരിക, നമ്മൾ ആരെങ്കിലും നമ്മളോട് വഴക്കിടാണോ ഇതുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആ ഒരു ഗ്രഡ്ജ് വെക്കും. ഗ്രഡ്ജ് ഇല്ലെങ്കിൽ നമുക്ക് ആ വിഷമം ഉണ്ടാവും. അതൊന്നുമില്ല. അതുകൊണ്ട് ആ സന്യാസിമാർക്കൊന്നും, അവരൊക്കെ ഇത്ര നാള് ജീവിക്കണേ. ഇപ്പൊ ഞാൻ വായിച്ച ബുക്കിനകത്ത്, റിയൽ ആണോ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ വായിച്ച ബുക്കിനകത്ത് 1000 വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്ന ഞാനതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കാം, അവനവന്റെ ഇഷ്ടമാണ് വിശ്വസിക്കാതിരിക്കുക എന്നുള്ള. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായാലും നമ്മുടെ ലൈഫിൽ ഭയങ്കര റോളുണ്ട്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഗോഡ് ഇസ് ഇക്വൽ ടു മൈൻഡ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളോടാ സംസാരിക്കണം. സെൽഫ് മെഡിറ്റേഷൻ, അത് മറ്റേ തത്വമസി, അത് നീയാണല്ലേ, നിന്നിൽ ആ ഇതല്ലേ തത്വമസി നേടിയേക്കുന്ന. എല്ലാത്തിലും അത് തന്നെ പറയണേ. നമ്മൾ ഈ സെൽഫ് മീൻസ് ഞാൻ വീട്ടിൽ നല്ല സ്പിരിച്വലാ, പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് വരുമ്പം ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് മെഡിറ്റേഷൻ. സിമ്പിൾ. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന അതേ കാര്യമാണ് നമ്മൾ പള്ളി പോയിരുന്നാലും അമ്പലത്തിൽ പോയിരുന്നാലും ചെയ്യുന്നത്, മോസ്കിലാണെങ്കിലും എവിടെയാണെങ്കിലും. നമ്മൾ മോസ്കിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ മറ്റേ വാങ്കുളിക്കുമ്പം നിസ്കരിക്കുകയൊക്കെ ചെയ്യത്തില്ല. പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ യോഗയിലൊക്കെ ചെയ്യുന്ന സെയിം പോസ്റ്റേഴ്സാണ് ഞാൻ പറഞ്ഞു. അപ്പൊ അതെല്ലാം ഒരു കണക്റ്റഡ്. ഇങ്ങനെ ഒരു നല്ല ശബ്ദം, ആ വൈബ്രേഷൻ. നമ്മൾ ദുബായി പോയപ്പോ എനിക്ക് ഇവിടത്തെ ബാങ്ക് വിളിക്കുമ്പോ അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്തോണ്ടാന്ന്. പക്ഷെ ദുബായി പോയപ്പോ അവിടുത്തെ ബാങ്ക് വിളിച്ചപ്പോ ഉണ്ടല്ലോ, ഇങ്ങനെ തല ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എനിക്ക് അങ്ങനെ നിന്നിങ്ങനെ ലയിച്ചിരിക്കില്ലേ, അങ്ങനെ ലയിച്ചിരിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതാ അത്ര ശബ്ദത്തിൽ ഇങ്ങനെ ഇത് തന്നെയാണ് മന്ത്രങ്ങൾ. ഗായത്രി മന്ത്രം മാത്രം ഉത്തരാഖണ്ഡിലാണോ, ഉത്തർപ്രദേശിൽ ഉത്തരാഖണ്ഡിലോ ഗായത്രി മന്ത്രം മാത്രം ജപിക്കുന്ന ഒരു പിന്നെ ആശ്രമമുണ്ട്. അവിടുത്തെ എയറിനുള്ള ഒരു പ്യൂരിറ്റി മാത്രമല്ല, അതിന്റെ ഒരു വൈബ്രേഷൻ, ഒരു പോസിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ സംഭവം
എന്തുകൊണ്ടാണ് അത് മെഷർ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വ്യത്യാസമുണ്ട് അവിടുത്തെ റിവർബറേഷൻ ഇതുകൊണ്ട് വ്യത്യാസമുണ്ട്. ആ ആശ്രമത്തിന്റെ പേര് അറിഞ്ഞൂടാ. അവിടെ ചെല്ലുന്ന എല്ലാവർക്കും നമുക്കൊക്കെ എല്ലാവർക്കും ചെല്ലാന്നാ കേട്ടുള്ളൂ. നമ്മൾ പോയിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഗായത്രി മന്ത്രം ഇങ്ങനെ കേട്ടുണ്ട്. ഗായത്രി മന്ത്രം തന്നെ അല്ലേ, ഗായത്രി മന്ത്രമാണ്. അപ്പൊ ഇതാണൊക്കെ മന്ത്രങ്ങൾക്ക് നമ്മുടെ ബ്രെയിനിലൊക്കെ വൈബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റും. ആ വൈബ്രേഷൻ നമ്മളെ ഭയങ്കര കാം ഡൗൺ ആക്കാൻ പറ്റും. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പാട്ട് പാടി നോക്ക്. പാട്ട് മാത്രമല്ല, ബ്രാഹ്മരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാണായാമങ്ങൾ, ബ്രീത്തിങ് എക്സസൈസ്, നമ്മളിങ്ങനെ ഈ ഹണീബി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ കണ്ണും ഇതിങ്ങനെ അടച്ചിട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും. അതൊക്കെ നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനൊക്കെ ഭയങ്കര. യോഗേന്റെ ഒരു ചാനൽ തുടങ്ങാം, നോക്കട്ടെ നിങ്ങളെയൊക്കെ പറയുകയാണെങ്കിൽ. ഭയങ്കര ഇതാട്ടോ, ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. നമ്മൾ ആ ഒരു ഹണീബി മൂളുമ്പോഴേക്കും ഇങ്ങനെ കുത്തും. നമ്മളൊരു എന്താ തേനീച്ച മൂളുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സൗണ്ടാ കേൾക്കുക. അത് ഭയങ്കര ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. അങ്ങനത്തെ കുറെ യോഗ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം. ഒരിക്കലല്ല, നിങ്ങൾ 3 months ട്രൈ ചെയ്യും. ചിലപ്പോൾ ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ മെഡിറ്റേഷനൊക്കെ എല്ലാവരും പറയുന്നതല്ലേ, ഇരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ തുടങ്ങുന്നത്. കുറച്ച് ടൈം ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു 3 months കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല നിർത്തിക്കോ. പക്ഷേ 3 months കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും 100%. അതിപ്പം ഞാൻ യോഗ ട്രെയിനറായിരുന്നു. പക്ഷെ ഇതിപ്പം ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടോ അല്ലെ ഒരാൾ പഠിപ്പിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല, അതിനങ്ങനെ ഒരു പവറുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഇപ്പം ഇത് പറഞ്ഞില്ലേ, ഞാനന്ന് യോഗ നിദ്ര ചെയ്തപ്പോൾ നല്ല ഫീൽ ആയിരുന്നെന്ന്. പക്ഷെ എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഞാൻ അത്ര ഒരു എക്സ്പേർട്ട് മീൻസ് അങ്ങ് ഭയങ്കര ഇതല്ല, അത്രയും എക്സ്പേർട്ടൈസ് ഉള്ളവർ ചെയ്യുമ്പോഴാണ് ഭയങ്കര ഫീൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ചെയ്തിട്ടിങ്ങനെ ഇത്രയും ഹെവി ലെവൽ ഫീൽ കിട്ടിയിട്ടുണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആകാശത്ത് പറന്ന് നടക്കുന്ന പോലെ ഫീൽ നന്നായിട്ട് ചെയ്യാൻ അറിയിക്കുന്ന ആൾ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അന്ന് എനിക്ക് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എനിക്ക് തിരിച്ച് വരണ്ടാന്ന് ഫീൽ ചെയ്യണ പോലെ കണ്ണ് തുറക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് ഒരു 70-80% എനിക്കിങ്ങനെ ഭയങ്കര എനിക്ക് കണ്ണ് തുറക്കണ്ട, എനിക്ക് അങ്ങനെ തന്നെ നിന്നാൽ മതി. ചിലപ്പോൾ അതായിരിക്കും ഈ മുനിഷിയല്ല മഹർഷിമാരൊക്കെ ഇങ്ങനെ തപസ് ചെയ്ത് അങ്ങനെ വർഷങ്ങളോളം ഇരിക്കണം, അവർക്ക് തിരിച്ചു വരാൻ തോന്നുന്നുണ്ടാവില്ല. അങ്ങനെ അതിന്റെ ഒരു കറക്റ്റ് ഫോമിലെത്തിയുണ്ടല്ലോ. വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു സംഭവമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഏതോ സിനിമാ ഫീൽഡിലുള്ളവരൊക്കെ പറയണ്ടല്ലോ, അവര് ഡെയിലി ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈം. ഇപ്പൊ കുറെ പേര് മെഡിറ്റേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ സമയം വളരെ കുറച്ചേ കണ്ടെത്തുന്നുള്ളൂ. നമ്മൾ പുറമേ ഉള്ള കാര്യം, കാരണം നമ്മുടെ ഈ സെൻസുകൾ, അതായത് ഈ പറഞ്ഞ കണ്ണ്, മൂക്ക്, മണം, അതെല്ലാം അറിയുന്ന ഇതല്ല ഇതുണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ തുറന്നിരിക്കുന്ന സമയത്തോളം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റില്ല. നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് പ്രശ്നം. ഇപ്പൊ എൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ, പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് വിഷമം വരത്തില്ലേ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു വിഷമം വന്നിങ്ങനെ, അപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നൊരു പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു സാഡ് ഫീൽ. അത് ഈ പറഞ്ഞ പോലെ ആ ദിവസം നടന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ട്രിഗർ ചെയ്യുന്ന, നമ്മൾ പോലും അറിയാം നമ്മുടെ മനസ്സിലൂടെ ആ സാധനം പാസ് ചെയ്ത് പോകുമ്പോഴാണ് അങ്ങനെ വരുന്നതെന്നാ പറയണം. മറ്റേ സാറ് ഇത് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ പോലും രജിസ്റ്റർ ചെയ്യാത്ത കാര്യം ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാം, എന്താ ഇപ്പൊ അവിടെ കണ്ടത്, എന്താ പറയാൻ തോന്നിയത്. ഞാനിങ്ങനെ വർത്താനം പറയാ അവരോട്. എനിക്ക് തോന്നുന്നു സാറിന്റെ പേരെന്താ, ദിലീപ് സാറല്ല, എന്റെ ഫ്രണ്ട് ലുക്മാനിക്ക. ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പിന്നെ പോയിട്ടില്ല. ഞാൻ കരഞ്ഞു മെഴുകി. ഞാൻ അത്രയും ഒരു മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ഫ്രണ്ടാണ്, സീനിയർ ആട്ടോ. എന്റെ ലോവസ്റ്റ് ടൈമിലാണ് ഞാൻ അവിടെ പോയത്. ഞാൻ ആ വണ്ടിയിലിരുന്ന് വരെ കരഞ്ഞ ഞാൻ അവിടെ എത്തി. മലപ്പുറമായിരുന്നു അല്ലേ, കൊണ്ടോട്ടിയിലായിരുന്നു പുള്ളിയുടെ ഹോസ്പിറ്റൽ ക്ലിനിക് ഉള്ളത്. പക്ഷെ നല്ലതായിരുന്നു അല്ലേ, അത് നല്ലൊരു ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ കരഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനം. അതുകൊണ്ട് പക്ഷെ എനിക്കൊക്കെ പ്രശ്നം കരയാൻ പറ്റാറില്ല. ചിലവർക്ക് അങ്ങനെ, ഇപ്പൊ നമ്മള് കുഞ്ഞിലെ മുതലേ ചിലപ്പോൾ മേ ബി പൊതുവെ അങ്ങനെയാണല്ലോ, ആമ്പിള്ളേർ കരയരുത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഞാനൊന്നും കരഞ്ഞാട്ടോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ വെറുതെ കരഞ്ഞാലും എനിക്ക് ആശ്വാസം. വിഷമം വരും, എല്ലാവർക്കും വിഷമം വരും. പക്ഷെ കരയാൻ അത് പറ്റുന്നില്ല, എന്താണെന്ന് തോന്നുന്നു. ചിലത് നമുക്ക് അങ്ങനെ, ചില മരണങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വിഷമം കരഞ്ഞു നിർത്താലേ പോകുന്നുള്ളത്. പക്ഷെ ഇപ്പൊ പറയണത് ആൺകുട്ടികളും ആണെങ്കിലും ആൺകുട്ടികളല്ല എല്ലാവരും കരയണം. കുഞ്ഞായിരിക്കുമ്പോ ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞ എങ്ങനെയാ ആൺകുട്ടികൾ കരയരുത്, പക്ഷെ അത് മാറ്റണം എന്നാ പറയാ എല്ലാവരും. സത്യമാണ്, ഈ ഇമോഷൻസ് കെട്ടിക്കിടന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡിസീസുകൾ വരും. ഇങ്ങനെ കരയാത്തവരാണ് ദേഷ്യം വരണത്. അപ്പോഴാണ് മനസ്സിലായി, അതുകൊണ്ടാണ് ഇത്ര ദേഷ്യം. അല്ല അത് സത്യം ദേഷ്യം ആ ഒരു ഫോമിൽ അത് റിലീസ്. നമ്മള് ചിലപ്പോ ഇറിറ്റേറ്റഡ് ആവും പെട്ടെന്ന്. ഈ പറഞ്ഞ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിന്റെ കാര്യത്തിലും പറയുന്നതാ, നമ്മളുണ്ടാകുന്ന ഇമോഷൻസ് നമുക്കവിടെ ഇമോഷണൽ നോട്ടായിട്ട് കിടന്നിട്ട് അത് പിന്നീട് നമുക്ക് ഒരു ചിലപ്പോൾ ഒരു അസുഖത്തിന്റെ ഫോമിൽ, ചിലപ്പോൾ സ്കിൻ ഡിസീസ്, ഈ സോറിയസിനൊക്കെ ഒരു പരിധിവരെ സ്ട്രെസ് പ്രശ്നം, IBS, നമ്മുടെ ഇറിറ്റേറ്റബിൾ ബൗൾ സിൻഡ്രം, വയറിന് നമ്മുടെ ഇത് മെറ്റബോളിസം മീൻസ് നമ്മുടെ ഡൈജഷൻ ഇമ്പയർഡ് ആക്കാൻ പറ്റും.
അലോപേഷ്യ, ഒരുപാട് കാര്യങ്ങൾ സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്താൽ. പക്ഷെ ഇപ്പോഴാണ് അത് മോഡേൺ സയൻസ് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് പറയണത്. ഇത് ഞാൻ പറഞ്ഞു ഒരുപാട് മുന്നേ മറ്റ് സയൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റ് സയൻസ് മീൻസ് ആയുർവേദത്തിൽ ഇതിനെപ്പറ്റി നമ്മുടെ ഇമോഷൻസ് എങ്ങനെ അസുഖങ്ങളിലേക്ക് മാറാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആയുർവേദം ജസ്റ്റ് ഭയങ്കര അണ്ടർ മുമ്പ് നല്ലതായിരുന്നിരിക്കാം, ഇപ്പൊ പക്ഷെ ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ടുള്ളതാ. അംഗീകരിക്കണ്ടാവും. പക്ഷെ എങ്ങനെയാ ആയുർവേദത്തിന് ആളുകൾ കാണുന്നത്? മസാജിങ്. ഞാൻ പറയുമ്പോ വിഷമം തോന്നരുത് കൂടുതലും അല്ല എന്ന് വെച്ചാൽ ഇതിപ്പം ഉണ്ണിയെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ കുറെ പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു മലബാർ സൈഡിൽ പിന്നെയും കുറച്ചുകൂടെ ആയുർവേദം കുറച്ച് അറിയാം. പക്ഷെ നമ്മുടെ തെക്കൻ സൈഡിലൊക്കെ എല്ലാവരും പനിക്കൊക്കെ വരുന്നുണ്ട് ആയുർവേദത്തിൽ. എല്ലാവരും വയ്ക്കുന്ന വീഴ്ചയിൽ പഞ്ചായർമ്മ മാത്രമാണ് പിന്നെ ഒരു ട്രീറ്റ്മെന്റ്, അല്ലെ പനിക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊന്നും ആയുർവേദത്തിൽ മരുന്നില്ലെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എല്ലാത്തിനും മരുന്നുണ്ട്. പക്ഷേ ആയുർവേദമൊക്കെ പൊതുവെ വെച്ചാൽ റൂട്ട് കോസിനെ കളയുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളൊരു അസുഖത്തിൻ്റെ എല്ലാ അസുഖത്തിനും അങ്ങനെ കളയാൻ പറ്റുമെന്നല്ല, അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കളയാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള സാധ്യം സുഖസാധ്യം എന്നൊക്കെ പറഞ്ഞ അസുഖത്തിന് തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ഓരോ ആളുകൾക്കും കൊടുക്കുന്ന മെഡിസിൻ ഡിഫറെന്റ് പ്രകൃതിക്ക് അനുസരിച്ചാണ് മെഡിസിൻ കൊടുക്കുക. ഇപ്പം പനിക്ക് നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻ ആണ്, എല്ലാവർക്കും പാരസെറ്റമോൾ കൊടുക്കും, അല്ല സിവിയർ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കും. പക്ഷേ അലോപ്പതിയിൽ അല്ല, ആയുർവേദത്തിൽ അങ്ങനെയല്ല. ആയുർവേദത്തിൽ നമ്മുടെ പ്രകൃതി നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ചികിത്സിക്കുന്നത്. നമുക്ക് വേണ്ട, അത് ബേസിക്കലി പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോലും ഒരു ഔട്ട്സൈഡർ ആയതുകൊണ്ട് എനിക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഞാൻ സയൻസിന്റെ ബേസിൽ മാത്രം ചിന്തിച്ച് വന്നിട്ട് ആയുർവേദത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആയുർവേദം ഫ്ലോപ്പ്, ആയുർവേദം ഇതെന്താ ഇവർ പറയണേ, ഇങ്ങനെയല്ലോ സയൻസ് പറയണേ എന്നേ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് വരട്ടെ, അപ്പൊ നമ്മൾ തന്നെ അതിലേക്ക് ഇതിൽ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ആദ്യം ചിന്തിച്ചിരുന്ന എങ്ങനെ ഇത് പഠിക്കുമ്പോൾ ഒന്നുകിൽ പിന്നെ പണ്ടത്തെ ആൾക്കാരൊക്കെ മണ്ടന്മാരാണ്, ഇതൊക്കെ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയുടെ ലെവൽ നമ്മുടെ ഇപ്പോഴത്തെ ബുദ്ധിയുടെ ലെവല് എനിക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സത്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ കറങ്ങി തിരിഞ്ഞു വലിയ വലിയ സയൻസുകളൊക്കെ പഠിച്ച് ലാസ്റ്റ് ഇവിടെ എത്തും. ഇപ്പം നമ്മൾ മറ്റേ പറഞ്ഞ ISROടെ മറ്റേ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പ് അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ടാണ് സയൻസിന്റെ ഏറ്റവും മോസ്റ്റ് കണ്ട ആൾക്കാരാണ്. അവര് പോലും ദൈവവിശ്വാസം ഞാൻ മീൻസ് അത് പറയുന്നത്, ഇപ്പൊ പലരും പറഞ്ഞു ദൈവമില്ല, അവര് പോലും ലാസ്റ്റ് ഇത് അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ട് പൂജിച്ചിട്ടാണ് ഇത്ര വിടുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് കാര്യങ്ങളെല്ലാം. എന്റെ ഹെയർ ഫോൾ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ല ഹെയ്റ്റ്, നല്ലല്ല കുറച്ച് 1-2 ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ നിങ്ങൾ എന്തേ പറയണത്, എന്തൊരു മണ്ടത്തരാണെന്നൊക്കെ വന്ന് കമന്റ് പറഞ്ഞിട്ടുണ്ട്. എന്റെ നഖം ഞാൻ ശരിയാക്കിയപ്പോഴാണ് എന്റെ മുടി ശരിയായത്. ഇതൊന്നും പറഞ്ഞ ഇവിടെ കണക്ട് ആവില്ല. എന്റെ നഖം കറക്റ്റ്. അത് ആയുർവേദത്തിൽ അതിന് ഉപധാതുക്കൾ എന്ന് പറയും. ഒരു മീൻസ് ദോഷം ധാതു. അപ്പൊ ധാതുവിന്റെ ഉപധാതു ഉണ്ട്. ധാതുവിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ എന്റെ നഖം സ്ട്രോങ് ആയപ്പോഴാണ് എന്റെ ഹെയർ സ്ട്രോങ് ആയെന്നാ ഞാൻ പറഞ്ഞു. ഇത് കുറെ കാര്യമൊക്കെ നമുക്ക് അനുഭവം ഉണ്ടായി. നമ്മളിപ്പോ എത്ര പറഞ്ഞാലും അത് അതിനൊരു കുഴപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ, കുഞ്ഞിലേ മുതലേ നമ്മളെ പഠിപ്പിച്ചു വരുന്നത് സയന്റിഫിക് ആയിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാനിപ്പോ ആയുർവേദത്തിന്റെ കാര്യം പറയുമ്പോഴും സത്യം പറഞ്ഞാൽ ആയുർവേദം പഠിപ്പിക്കുമ്പം കുറച്ചൊരു ഗുരുകുലം സ്റ്റൈലിലൊക്കെ പഠിപ്പിക്കണം. കാരണം അതൊരു സിലബസ് വൈസ് പഠിപ്പിച്ച എത്രത്തോളം ശരിയാ, പഠിക്കാൻ ഇഷ്ടമുള്ളവരും പറയും. അപ്പൊ ഞാനൊക്കെ പോയി പെട്ടു അങ്ങനെ. അല്ല സത്യമായിട്ടും നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാർ എന്തുവാ MBBS ആഗ്രഹിച്ചാണ് മെഡിക്കൽ എൻട്രൻസ് എഴുതുക. എന്റെ അച്ഛന്റെ വീട്ടില് വൈദ്യ കുടുംബം. ഇവര് ഭയങ്കര അന്ധവിശ്വാസികളാണ് ആയുർവേദത്തിന്. അന്ധവിശ്വാസികളല്ല, വിശ്വാസികളാണ് ആയുർവേദത്തിന്റെ. അപ്പോ നമ്മൾ കൂടുതലും എന്താ പറയാ, അങ്ങനെ സയന്റിഫിക്കലി വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത കുറെ കാര്യം. കാരണം എൻട്രൻസിന് പോലും ചോദിക്കുന്നത് എന്തോ ബയോളജി പഠിച്ചാൽ ഫിസിക്സ് പഠിച്ചാൽ കെമിസ്ട്രി പഠിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് കയറുന്നത് ഇവിടെ ഇത് വാദം പിത്തം കവം, സൂര്യനും ചന്ദ്രനും, വാദം പിത്തം കവം പൃഥ്വിവാ തേജുവായ ആകാശം എന്ന് വെച്ചാൽ മണ്ണ് വെള്ളം ഇതെല്ലാം. അപ്പൊ നമ്മളൊരു ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് 2 വർഷം 3 വർഷം വരെ ഭ്രാന്തായിരിക്കും. ഇതൊക്കെ ചുമ്മാ വെറുതെ എന്തോ പറഞ്ഞുണ്ടാക്കുന്നൊക്കെ പോലെ. പക്ഷെ നമ്മൾ അതിനകത്ത് ഇറങ്ങി നമുക്ക് കുറച്ച് റിയൽ എക്സ്പീരിയൻസ് കിട്ടാൻ ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർക്ക് അസുഖങ്ങൾ മാറുന്നതൊക്കെ കാണുമ്പോൾ ഇത് കൊള്ളാലോ സംഭവം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഒരുപാട് അസുഖങ്ങൾക്ക് ഇപ്പൊ നല്ല ട്രീറ്റ്മെന്റ് ഇപ്പൊ എല്ലാവർക്കും പൊതുവെ അറിയിപ്പ് നടുവേദന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നല്ല എഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ല അത് മൈൻഡ് പറഞ്ഞു തന്നപ്പോഴാണ് ആയുർവേദത്തിന് മൈൻഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് മെന്റൽ ഹെൽത്ത് മറ്റേ WHO ഒക്കെ ഭയങ്കര ഇതായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ആയുർവേദം പണ്ടേ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു തരാം. മാനസിക ദോഷങ്ങൾ വരെ പറയുന്നുണ്ട്. മനസ്സിന് സത്വ രജസ് തമ അത് വെച്ചിട്ട് ഒരാളുടെ ക്യാരക്ടർ. ഇപ്പൊ രജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു അഗ്രസീവ് മെന്റാലിറ്റി. സത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഹ്മണന്മാരെ കാണുന്ന എല്ലാ ബ്രാഹ്മണരും അങ്ങനെ ആണെന്നല്ല. പക്ഷെ നമുക്ക് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ രാജസഭാവ കൂടുന്നു. പക്ഷെ എന്ന് വെച്ചാൽ രാജസം കൂടുമ്പോൾ നമുക്കൊരു അഗ്രഷൻ വരും, ദേഷ്യം വരും.
ഒക്കെ വരും. ഇതൊന്നും ഞാൻ പറഞ്ഞ കൂടുതൽ ഇത് പറയുന്നില്ല. നെക്സ്റ്റ് പരിപാടിയിലേക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ബാക്ക് ആക്നി, ഫേസിലുള്ള ആക്നീസ് ഒക്കെ കൂടിയപ്പോൾ ഞാൻ എൻ്റെ ബോഡീനെ കൂൾ ചെയ്യാനായിട്ടാണ് നോക്കിയത്. എൻ്റെ ബോഡി കൂൾ ഡൗൺ ചെയ്യാൻ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ആക്നീസ് കുറയുന്ന പോലെ ഫീൽ ചെയ്തു. ഞാൻ ഒരു സ്കിൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോഴേക്കും പക്ഷെ ഡോക്ടർ പറഞ്ഞ തൈര് കഴിക്കണം എന്നാ. പക്ഷെ ഞാൻ തൈരിന് പകരം മോരാ കഴിച്ചേ. തൈര് കുറച്ചും കൂടി ഹോട്ട് നേച്ചറും മറ്റേത് കുറച്ചും കൂടി കൂൾ നേച്ചറിലും ഉള്ളതാ. ഞാനിത് എന്റെ വീഡിയോസിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ ഓർക്കും ഈ പെണ്ണ് എന്തെന്നാണ് ഈ പറയണേ. പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ പേർക്ക് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ആയുർവേദത്തെ പറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേജ് ചാനൽസ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാണുന്നുണ്ട്. ആദ്യമൊന്നും ആരും ഇല്ലായിരുന്നു അധികം. കുറച്ച് നല്ല ഈ പറഞ്ഞ പോലെ നല്ല എല്ലാം നല്ലതാ. ഒന്നും ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ്സ് പെട്ടെന്ന് മാറണമെങ്കിൽ നിങ്ങൾക്ക് ആക്നി ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ ആക്റ്റീവ്സ് തന്നെ യൂസ് ചെയ്യണം. പക്ഷെ ഗ്രാജുവലി സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ എമർജൻസി മെഡിസിൻ അലോപ്പതി ഭയങ്കര നന്നായിട്ട്. ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് ചെയ്യാൻ പറ്റുക, ഹോസ്പിറ്റലിൽ പോകാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമുക്ക് ഏതാണ് നല്ലത് നമ്മൾ കണ്ടെത്തുക, അതിലേക്ക് പോവാം. നമ്മൾ വിഷയത്തിൽ മാറിപ്പോ എങ്കിൽ പറഞ്ഞോ. അപ്പൊ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. ജസ്റ്റ് സിമ്പിൾ. മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ നിങ്ങളത് ആഗ്രഹിക്കണം. നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് ശക്തമായി ആഗ്രഹിക്കണം. അല്ലാതെ നിങ്ങൾ ഡൗട്ട്ഫുള്ളി നടക്കോ ഞാൻ അങ്ങനെ ഇത് നടക്കോ അല്ലെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചേക്കാം. ആ പരീക്ഷണമായിട്ടൊന്നും വരണ്ട, നടക്കൂല. സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിലീവ് ചെയ്യുക. അത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെ നിങ്ങൾ സ്ട്രോങ് ബിലീഫ് കിട്ടും. പിന്നെ കിട്ടത്തില്ല, കിട്ടും. പക്ഷെ എന്നാലും നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിരാശ വരരുതല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി മറന്നു കളയാ. നിങ്ങൾ അതിന്റെ ഒരു ഈസിയസ്റ്റ് ഫോമാണ് ഈ വിഷയം. നമ്മുടെ മറ്റേ തട്ടത്തിമറയത്തിൽ ആ കൊച്ചി വളർന്ന് കല്യാണം കഴിക്കുന്ന പോലെയാണോ? കുഞ്ഞിലെ അയാൾ ആഗ്രഹിക്കുന്നതാണല്ലോ ഈ എന്താ ഉമ്മച്ചി കിട്ടി എനിക്ക് തരണേന്ന് പറഞ്ഞിട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നു. ഞാൻ ആർക്കറിയാം ഇതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോന്നില്ലെങ്കിൽ കൊല്ലത്ത് കിടക്കണ മനുഷ്യനെ ഞാൻ പരിചയപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടോ? അതും ശരിയാ. കഴിഞ്ഞ ജന്മത്തിൽ എന്തോ എന്നെ ഉപദ്രവിച്ചിരുന്ന ആരോ ആയിരുന്നു. എന്താണ് ഞാൻ പറഞ്ഞേ, എവിടെ പോയതോ ഇതാണൊക്കെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ അറിയാന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ കറക്റ്റ് ആണോ ഏതൊരു ഫിലിമിൽ കാണിക്കുന്നില്ലേ? പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കണേ. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വേറെ ഈ ജന്മം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഞാൻ എങ്ങനെ ഇതെല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. ഇപ്പൊ എനിക്കിപ്പോ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് അമ്മ എന്നോട് ഭയങ്കരമായിട്ട് വഴക്കിടുക, അമ്മ ഞാനായിട്ട് ഭയങ്കര ഇതാണ്. അപ്പൊ ഞാനിപ്പോ മനസ്സിലെങ്ങനെ വിചാരിക്കണേ, ഭയങ്കര ഇടിയാണ്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര എനിമീസാ. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കാൻ ഞാൻ കഴിഞ്ഞ ജന്മം ഞാൻ സങ്കല്പിക്കണത് അല്ലാതെ ശരിക്കല്ല. ഞാൻ വിചാരിക്കാണ് അമ്മ കഴിഞ്ഞ ജന്മത്തില് ഞാൻ അമ്മേനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ജന്മം ഞാനും അമ്മയായിട്ട് ഇടി. അപ്പൊ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെയ്തോണ്ടാണല്ലോ. ഈ ഡിസ്കഷൻ വേറെ തലത്തിലേക്ക് പോകും. ഞാൻ കഴിഞ്ഞ ദിവസം ഡൈമെൻഷൻ പറഞ്ഞ പോലെ നമ്മുടെ സലീംകുമാർ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതാ. നമുക്ക് ഭയങ്കര റിലീഫ് ഫീൽ ചെയ്യും. ഇതൊന്നും അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല ഈ പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഞാനത് കഴിഞ്ഞ എനിക്ക് പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇയാൾ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സംഭവം നടക്കാനിരുന്നേന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞാൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ ഇത്രയും കൃത്യമായിട്ട് ചെയ്തിട്ട് ഇതായാലും അല്ലെ ഇത്ര ഞാൻ പഠിച്ചിട്ട് എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അപ്പൊ നമുക്കൊരു നിരാശ വരും. പക്ഷെ എനിക്കത് കിട്ടായോ മീൻസ് വിധി എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അപ്പൊ നമുക്ക് പക്ഷെ വേറെ കാര്യമുണ്ട്. എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്തിട്ടുള്ളത് വെച്ചാൽ എന്റെ ലൈഫിലാട്ടോ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ വിചാരിച്ച സമയത്ത് കിട്ടത്തില്ല. പക്ഷെ പിന്നെ അതിലും നല്ല അടിപൊളിയായിട്ട് പിന്നീട് കിട്ടാറുണ്ട്. ഞാൻ എന്റെ ലൈഫിൽ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടാറില്ല. പക്ഷെ എനിക്ക് കിട്ടുമ്പോ അതിനെക്കാട്ടും അത് നമ്മൾ വിചാരിക്കണ പോലെ ഇടിക്കും. നമ്മൾ ഇതാണ് നല്ലതെന്ന് നമ്മൾ വിചാരിച്ചാൽ അതല്ലേ നല്ലത് നമുക്ക്. അല്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. എക്സാമ്പിൾ ആയിട്ട് ഞാനും തമ്മിൽ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു അല്ല ഈ ജന്മം. ഞാനും എന്നെ ഭയങ്കരമായിട്ട് അടിക്കും, ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ട് വിഷമിപ്പിച്ചു. പക്ഷെ ഇതൊരു 5 കൊല്ലം മുമ്പ് ഇജെന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ എന്നെ ഉപദ്രവിച്ചതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി ആശ്വാസം കിട്ടൂലേ? മനസ്സിലായില്ലല്ലേ? ഓക്കെ. പക്ഷെ നമുക്ക് അങ്ങനെ സമാധാനിക്കാലോ, സമാധാനിക്കണമെങ്കിൽ അല്ലേ? കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല അല്ലേ? നമുക്ക് ഫ്രണ്ട്സ് ആവാം. വരും എന്റെ ഫ്രണ്ട്സ് എവിടെ? ഞാൻ അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലീഫ് കിട്ടും. ഞാൻ അങ്ങനെ
ചിന്തകൾക്ക് എനിക്ക് അതിരുകളില്ല. യെസ്, അല്ല ഒരു എല്ലാത്തിലും ഒരു യുണീക്ക്നെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഉള്ളിൽ. ഒരു എന്തൊക്കെ ഒരു യുണീക്ക് കാര്യങ്ങൾ അല്ലാന്നേ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല. ഞാൻ ഇച്ചിരി അങ്ങനെ ഇത് വീണ്ടും നമ്മൾ കുടുംബവഴക്കിലേക്ക് പോകാനുള്ള മറ്റേ ഫസ്റ്റ് എപ്പിസോഡ് പോലെ ഇത് വീണ്ടും ക്യാപ്ഷൻ മാറ്റേണ്ടി വരും. ഈ യൂണിവേഴ്സിലോട്ട് നമ്മൾ പറയണമെന്ന് പറയണില്ലേ, വാട്ട് ഈസ് യൂണിവേഴ്സ്? യൂണിവേഴ്സ് ഇസ് മൈൻഡ്. ആയുർവേദത്തിൽ ഞാൻ പറയാം, ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചാൽ മോക്ഷം എന്ന് പറയും. പരമാത്മാവ് എന്ന് പറയുന്ന യൂണിവേഴ്സ്, ജീവാത്മാവ് നമ്മൾ, അങ്ങനെ അതിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹം എൻ്റെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മതങ്ങളിലാണെങ്കിലും എല്ലാത്തിലും മൈൻഡിനെ പറ്റി പറയുന്ന, നമ്മൾ മൈൻഡിനെ പറ്റി സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എല്ലാം ഒന്ന് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം പലരും അത് വേറെ രീതി യൂസ് ചെയ്യുന്നത് മാത്രം. അറ്റ് ദ എൻഡ് ഏതാണെങ്കിലും മതമാണെങ്കിലും എല്ലാം ആണെങ്കിലും സയൻസ്, ഈ പറഞ്ഞ സയൻസ്, ഇതെല്ലാം നമ്മുടെ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അവസരോചിതമായി ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. ഇനി മാനിഫെസ്റ്റേഷൻ അത് ഞാൻ പറയാൻ വന്ന ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കില്ലേ, അത് ഈ മാനിഫെസ്റ്റേഷന്റെ കുറച്ചുകൂടി സിംപ്ലസ്റ്റ് ഫോമാണ്. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കാം. പക്ഷെ എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹിച്ച് മനസ്സിൽ തന്നെ വെക്കാൻ പറ്റണമെന്നില്ല. അല്ല, നമ്മൾ മനസ്സിൽ വെക്കുമ്പോൾ പിന്നീട് ആകുമ്പോഴേക്കും നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ട് ഓരോരുത്തരുടെ ഇത് ഡിഫറെന്റാ. ചിലവർ വിഷ്വലൈസ് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം, ആലോചിക്കാൻ. വിഷ്വലൈസേഷൻ ഒക്കെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ വേറെ പേരുണ്ടല്ലോ, നിങ്ങൾ എഴുതി വെച്ചാലും മതി. എഴുതി വെച്ച് ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ വോയിസ് നോട്ട് ഇട്ടിട്ട് എല്ലാ ദിവസവും കേക്ക്. പക്ഷെ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ നിന്ന് അങ്ങ് പോകുന്നില്ല. ചിലവർക്ക് ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങൾ എഴുതുന്നല്ലേ അല്ലെ, എഴുതി വെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് അത് റിലീഫ് ആവുന്നില്ല. അപ്പൊ നമ്മുടെ എനിക്കങ്ങനെയാ. പക്ഷെ ചിലവർക്ക് അങ്ങനെയല്ല, ഓരോരുത്തർക്ക് ഡിഫറെന്റാ. എനിക്ക് ഏറ്റവും നന്നായി തോന്നുക ഞാൻ കേൾക്കണത്, അതുപോലെ എനിക്ക് കാണുന്നത്, ആലോചിക്കണത് ഒക്കെ എനിക്ക് വർക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിഷൻ ബോർഡ് ചെയ്തത്. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണും ഇതെല്ലാ ദിവസവും. ഇതാണല്ലോ ഈ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യണോ, നമ്മൾ ആ പൊസിഷനിൽ എത്തി നിൽക്കുന്ന പോലെ? അത് വേറൊരു ഫോം ഓഫ് മാനിഫെസ്റ്റേഷൻ, അത് വേറെ രീതിയിലുള്ളതാ. അത് പറ്റിക്കഴിഞ്ഞാൽ നല്ലതാ, പക്ഷെ അത് എല്ലാവർക്കും പറ്റൂല. എനിക്കൊന്നും പറ്റൂല ആ പൊസിഷനിൽ എത്തി നീന്തിക്കാൻ പറ്റും. ഞാൻ മാറിപ്പോവും. അപ്പൊ ഈ യൂട്യൂബർ ആയെന്നുള്ള ചിന്തിച്ചതല്ല. ഞാൻ യൂട്യൂബിലൊന്നും ഇങ്ങനെ ആവുന്നു, ഇത്ര ഫെയിം ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. മേ ബി ചിലപ്പോൾ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്റർവ്യൂ ചെയ്യുന്നതിനെ പറ്റി ഞാൻ അന്ന് കിടന്ന് കേട്ടോ. പണ്ടത്തെ ഒന്ന് രണ്ട് വീഡിയോസ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ആങ്കർ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലാണ് കോളേജ് കയറിയല്ലോ, 10th പഴയ വീഡിയോ ഇവരിങ്ങനെ സംസാരിക്കുന്നത്. ഇതെന്റെ സിസ്റ്ററാണ്, വരൂ ഗൈസ്. ഗൈസ് ഒന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്തോ സൈഡില്. വിശ്വാസം അതിനകത്തെ കോലം കാണുമ്പോ എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. ആണോ? അതെന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് മുന്നത്തെ വീഡിയോ. അങ്ങനെ നമ്മൾ അങ്ങനെ ബിലീവ് ചെയ്യാന്നുള്ളതാ. അങ്ങനെ ഇത് ശരിയാകും, എന്തായാലും ശരിയാകും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിൾ ഞാൻ ഇതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ അറിയില്ല. ഞാനെങ്ങനെ എല്ലാ ദിവസവും കരഞ്ഞ് 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 എന്നെ ആർക്കും വേണ്ട, എനിക്കൊരു ഫ്രണ്ട്സ് ഇല്ലാന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇത്രയും ആളുകൾ എന്നെ ഇഷ്ടപ്പെടുക, ഇത്രയും ആളുകൾ എന്താ ഫ്രണ്ട്സ് എന്നെ അങ്ങനെ ഫ്രണ്ട്സ് ആവാനായിട്ട് എത്ര ഭയങ്കര ലക്ക്. എത്ര ആളുകൾ എന്നോട് സംസാരിക്കാനും, എനിക്ക് ആരോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ എനിക്കിപ്പോ സംസാരിക്കണമെന്ന് വെച്ചാൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ എന്നോട് സംസാരിക്കാൻ റെഡി ആയിട്ടിരിക്കണം. ജീവിതം നമ്മളിപ്പോ ചിന്തിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു സൂപ്പർ സമയം വരും. നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് എന്നുള്ളതാണ്. നന്നായിട്ട് നമുക്ക് അങ്ങനെ ഒരു താഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചൊരു ഉയർച്ച ജീവിതത്തിലുണ്ടാവും. അപ്പൊ നമ്മൾ അന്നേരം അധികം തളരാതെ നമ്മൾ ഓക്കെ ഈ പറഞ്ഞ പോലെ പോട്ടെ, ഇതിങ്ങനെ പോട്ടെ, ഇനി ഒരു അടിപൊളി സമയം വരാണ്ട് അങ്ങനെ ആലോചിച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഇത് കിട്ടും. ഒരു മറ്റേ ഇനി ഒരു സംഭവം വരാണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ഒക്കെ വാങ്ങാൻ പറ്റുന്ന നല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ വാങ്ങാൻ പറ്റും, നല്ല ആഗ്രഹിക്കുന്ന ആൾ വരുന്ന ഒക്കെ ഒരു സമയം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു ചിലവരിങ്ങനെ പറയും ഇപ്പൊ കിട്ടിയേക്കണ ജോലി കൊള്ളൂല, ഈ ജോലി കൊണ്ട് എനിക്ക് വയ്യ, എനിക്ക് ഇതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനിരുന്ന ജോലി ഇതല്ല, നിങ്ങൾ ഇതിലും ചെറിയ ജോലിയാണെങ്കിൽ ആ ചെറിയ ജോലി നിന്നിട്ട് ഈ ജോലി നിങ്ങൾ കണ്ടു നോക്ക്. ഈ ജോലി ഭയങ്കര വലിയ ജോലി. നമ്മളെക്കാളും താഴ്ന്ന ആൾക്കാരെ എപ്പോഴും നോക്കാം. അപ്പൊ നമുക്ക് എനിക്ക് അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ നമുക്കുള്ള സാധനം പോലും ഇല്ലാത്ത ആളുകളെ നോക്കാനല്ല, നിങ്ങൾ ആ പൊസിഷനിൽ നിൽക്കുക. നിങ്ങൾക്ക് ഇതല്ല കിട്ടിയിരുന്നത്, നിങ്ങൾക്ക് ആ ലൈഫാണ് കിട്ടിയിരുന്നത് എങ്കിലും അല്ല അതാ പറഞ്ഞ ഇതും ഒരു ആൾക്കാർ പറയുന്നതാണല്ലോ. ഇപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ മേളിലേക്കേ നോക്കൂ. അവർക്ക് അതുകൊണ്ട് ഇതൊന്നും എനിക്കില്ല. പക്ഷെ എൻ്റെ ചിലപ്പോൾ ഒരു ബൈക്ക് ഉണ്ടാവും, ഞാനപ്പോൾ കാറുള്ള ആളെ നോക്കിയിട്ടായിരിക്കും കാറുണ്ടാക്കി. എനിക്കൊരു കാറുണ്ടാകാൻ അടിയില്ല, ബൈക്ക് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ നമുക്കൊരു ഇത് വരും. ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാ. എനിക്കിപ്പോഴും ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചതിനെക്കാട്ടിലും
ഭയങ്കര ഭയങ്കര വേറെ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസം ഓരോ നിമിഷം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. യെസ്, ഓഫ് കോഴ്സ്. ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പറയുമല്ലോ. ഞാൻ ദൈവത്തിനോട് ഞാൻ എന്നെ കാത്തുരക്ഷിക്കണം അങ്ങനെ ഞാൻ പറയാറില്ല. ഞാൻ അങ്ങനെ പറയാറില്ല. അത് ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ പറയാറില്ല. ഓരോ നിമിഷം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറയാറില്ല, ഞാൻ വിളക്ക് കത്തിക്കാറില്ല, അമ്പലത്തിൽ പോവാറില്ല. പക്ഷെ ഞാൻ പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ നല്ലൊരു വിശ്വാസിയൊക്കെയാണ്. വിശ്വാസം ഞാൻ കണ്ണടച്ച് ഇവിടെ തൊട്ട ഇതാണ് എന്റെ ദൈവം. ഷോ നിർത്താം നമുക്കിത്. എന്താണ് മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരുന്ന നമുക്ക് എന്തോ മുന്തല്ല സംസാരിക്കാം. ചിലപ്പോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവരെന്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ആത്മീയതയും അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കണക്ട് ചെയ്യാത്തവർക്ക് ഇവരിരുന്നിട്ട് ഫൂളിഷ്നെസ് പറയുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കത് സത്യമാണ്, അനുഭവിക്കാത്തവർക്ക് അത് നുണയാണ്. മറ്റേ സിനിമയ്ക്കകത്ത് ചോദിക്കുന്ന പോലെ മറ്റേ ദുബായ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് എന്നൊരു നാടില്ലേ? അത് നമ്മൾ കണ്ടത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന കിളിച്ചുണ്ട മാമ്പഴത്തില്. അപ്പൊ ഞാൻ ചെയ്ത ആളാണ്. എന്താണ് നിങ്ങൾക്ക് മെയിൻ തിങ് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കല്ല, ഇങ്ങനെ വിചാരിക്കും. അത് അച്ചീവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് വിചാരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ അതിനോടൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. വെളിയിൽ നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കാം. അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്പാണോ പറയുന്നത്? ക്ലാരിറ്റി മീൻസ് ഞാൻ അത് എങ്ങനെ അവിടെ എത്തും? ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കത്തില്ലേ? അല്ല, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ്, എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ഞാൻ ബിസിനസ് തുടങ്ങി. ഞാൻ എന്ത് ബിസിനസ്സാണ് ഞാൻ തുടങ്ങണേ? ബിസിനസ്സിന് ഞാൻ എന്ത് പേരാണ് ഞാൻ ഇടണത്? എന്ത് രീതിയിലുള്ള ക്ലോത്ത്സ് ആണ് ഞാൻ ചെയ്യാൻ പോണത്? എങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണത്? അതെല്ലാം നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഞാൻ ഇങ്ങനെ നിന്ന് പറയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ക്ലോത്തിങ്ങിൻ്റെ ഇതിട്ടപ്പോൾ ഞാനത് മുന്നേ ആലോചിച്ചുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, ഞാൻ ഏത് രീതിയിലാണ് ഇടേണ്ടത്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയാണ് നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യണമെന്ന്. ഞാനത് വിഷ്വലൈസ് ചെയ്യും എൻ്റെ മനസ്സിൽ. അപ്പം എന്താ, നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പം നമുക്കത് അച്ചീവ് ചെയ്യാൻ കുറച്ച് സിമ്പിളാകും, കുറച്ച് എളുപ്പമാകും. സത്യം പറഞ്ഞാൽ ഇതിന് പ്രത്യേക ഒരു വേ ഒന്നുമില്ല, ആണോ? ഇങ്ങനെ ചെയ്താൽ അങ്ങനെയല്ല. ഇതിന് പല പല രീതിയിൽ അതൊന്നും എനിക്ക് അറിയില്ല. അതാ ഞാൻ പറഞ്ഞു, മാനിഫെസ്റ്റേഷനെ കുറിച്ച് എനിക്ക് അറിയില്ല. വേറെ സംഭവം ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ സംഭവങ്ങളെ അട്രാക്ട് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരുത്തർ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ഒരു സാധനം എനിക്ക് തോന്നുന്നു പല പല രീതികളിൽ ഇത് ചെയ്യണം. സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള സംഭവം തന്നെയാണ്. ഈ വിഷൻ ബോർഡ് ആണെങ്കിലും അത് തന്നെ. നമ്മൾ ഇത് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ബി ഹാപ്പി. ഞാൻ അത് കാണുമ്പോൾ ഞാൻ ബി ഹാപ്പി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എണീക്കാം. ഇടയ്ക്ക് ഈ സാധനം വന്ന് നിന്നിട്ട് എന്തെങ്കിലും കണക്കണെന്ന് പറയും. അപ്പൊ എങ്ങനെ ബി ഹാപ്പി മാറുന്നേ ഉള്ളൂ. അല്ലാത്തപ്പോ ഞാൻ ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിരിക്കണേന് നിങ്ങൾ പിറകിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല, മുന്നിലോട്ട് തന്നെ നോക്കിയിരുന്നാ മതി. ബി പ്രസന്റ് ഫുൾ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കണേ. പിന്നെ വേറെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വേണ്ട, പിന്നെ എന്താണ് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി എന്നൊക്കെ. നമ്മൾ എനിക്ക് കാണുമ്പോൾ ഇതാ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് സ്ക്രോളിങ്, സ്റ്റാർട്ട് ഷൂട്ടിങ്. നമ്മളങ്ങനെ എഴുതി നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്താണോ അതിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം, ഫോട്ടോ എടുത്തിട്ട് ഒട്ടിച്ചു വെക്കാം കറക്റ്റായിട്ട്. എനിക്ക് കുറച്ചുകൂടി വാക്കുകളാണ് എനിക്ക് കയറുക, ഫോട്ടോ കാണുന്നതിനെക്കാട്ടിലും ഞാൻ വാക്കുകളാണ് ശ്രദ്ധിക്കുക. അത് ഓരോരുത്തരുടെ ശ്രദ്ധിക്കണതിനനുസരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഐ അട്രാക്ട് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ട് ചെയ്യണം എനിക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ടാണോ എന്ന്. പക്ഷെ കുറെ എനിക്ക് തോന്നുന്നു കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ പിന്നെ ഇങ്ങനെ അത് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ ആ വിഷൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ ഫോണിനകത്തുണ്ട്. ഒരുപാടായില്ലേ? അയ്യോ, നിനക്കത് മനസ്സിലായില്ലോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ജസ്റ്റ് കാഷ്വൽ ടോക്ക് ആട്ടെ. നമ്മുടെ ഒരു ചിന്തകളാ പറഞ്ഞിരിക്കുന്നത്. ഇതിലെല്ലാം ശരിയാകണമെന്നോ തെറ്റാണെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രീതി വെക്കാം. നിങ്ങളുടെ അനുഭവങ്ങളുണ്ട്, താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം അല്ലെങ്കിൽ ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ചെയ്ത ഫോൺ നിങ്ങൾ എങ്ങനെയാ ചെയ്തത് എങ്ങനെയാന്നുള്ള അറിഞ്ഞില്ലെന്നല്ല, നമ്മുടെ രീതി നമ്മൾ പറഞ്ഞു. നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് എന്റെ രീതി പറഞ്ഞു. പിന്നെ ഞാൻ പറയാം, ഞാനൊരു മാനിഫെസ്റ്റേഷൻ അത്ര ഒരു പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. പറഞ്ഞ് മേളി വരും. അന്നക്കുട്ടി ഇങ്ങനെ തലയിൽ ഒറ്റടി, ഞാൻ താഴത്ത്. അങ്ങനെയാണ് ഞങ്ങള് സ്ഥിരമായിട്ട്. വേഗം ഓഫ് ആക്കി. നിങ്ങൾ
താഴെ കമന്റ് ചെയ്യും നെക്സ്റ്റ് ഒരു പോഡ്കാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ മതിയൊന്ന്. ഞാൻ വിളിച്ച് എന്നെ എപ്പോഴും ഒഴിവാക്കണമെന്നാ പറയാ. അപ്പൊ പിന്നെ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല, കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. മോട്ടിവേഷൻ ആയിട്ടുണ്ടാവോ? മോട്ടിവേഷന്റെ അതിപ്രസരമാണ് ഇപ്പൊ എവിടെ നോക്കിയാലും. ഒന്നുമില്ല, സിമ്പിൾ തിങ്. നിങ്ങളുടെ മൈൻഡ് കൊണ്ട്, മനസ്സാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാടല്ല മെയിൻ, നമ്മുടെ ശരീരം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സ്. എന്നുവെച്ചാൽ നമ്മൾ അതുകൊണ്ട് മൈൻഡിനെ എല്ലാ കാര്യത്തിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുക, പോസിറ്റീവായിട്ട് മാക്സിമം ചിന്തിക്കാൻ നോക്കാം, അങ്ങനെയുള്ള സർക്കിളിൽ നിന്നും നിൽക്കാൻ നോക്കുക. കാരണം നമ്മൾ ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവ്, നമ്മൾ എന്ത് ചെയ്യാൻ പോയാലും അത് നടക്കത്തില്ല, അത് ശരിയാവും, അത് ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ഇനി അടുത്ത എന്ത് ടോപ്പിക് വേണമെന്നും കൂടെ സജസ്റ്റ് ചെയ്യാം, പറ്റുന്നതൊക്കെയാണ് നമുക്ക് ചെയ്യാം.